Can't give permission to is this illegal? എല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യമാണ്. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു
രാത്രി എത്ര പേർക്ക് സാക്ഷ്യം പറയാനുണ്ട്? യേശുവിന്റെ നാമത്തിൽ എല്ലാം സാധ്യമാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാം സാധ്യമാണ്. അങ്ങനെയുള്ള കലകൾ ഉയർത്തിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാം സാധ്യമാണ്. അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യം എന്ന് പറയുന്നത് അവന് ഡിക്ഷണറിക്കകത്തില്ല. എല്ലാം സാധ്യമാണ്. ഇപ്പൊ ഈ ചർച്ച വരുന്ന ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചത് ഫോൺ നമ്പർ എല്ലാവർക്കും അത്ഭുതം പറയണം. Praise the Lord. Praise the Lord. ജുബിൻ ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ആമേൻ, കഴിഞ്ഞ ശനിയാഴ്ച ആമേൻ, കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ശനിയാഴ്ച ഞങ്ങൾ ഒരുമിച്ച് ആമേൻ സഭയായി പ്രാർത്ഥിച്ചു ഒരു ടെസ്റ്റിന് വേണ്ടി. ആമേൻ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അടുത്ത സൺഡേ സാക്ഷ്യം പറയണം. ആമേൻ എനിക്ക് ഉന്നതമായ മാർക്ക് എനിക്ക് തന്നു. എന്റെ കഴിവല്ല, പിന്നെയോ എന്റെ മിടുക്കല്ല, പരിശുദ്ധാത്മാവ് എന്റെ കൂടെ ഇരുന്ന് നടത്തി. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിനൊന്നുമില്ല. യെസ്, അസാധ്യമായിട്ട് നമുക്കൊന്നുമില്ല. നമ്മൾ അവനിൽ വിശ്വസിക്കും. ആമേൻ. ഇവിടെ മുന്നിൽ സീറ്റുകൾ കിടപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എല്ലാം സാധ്യമാണ്. ആമേൻ. എല്ലാം സാധ്യമാണ്. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കവീരമത്തിൽ പുറങ്ങളവന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കവീരമത്തിൽ പുറങ്ങളവന്റെ ദൈവം എന്നെ നടത്തുന്നു. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നേരിലും ഒന്നും കുരുങ്ങുകയില്ലായി. ഭാരം പ്രയാസങ്ങൾ വന്നേരിലും ഒന്നും കുരുങ്ങുകയില്ലായി. ശുദ്ധീകരീരമന്ത്യ സമാധാനം എന്റെ ഉള്ളിൽ അവൻ നിറയ്ക്കുന്നു. ശുദ്ധീകരീരമന്ത്യ സമാധാനം എന്റെ ഉള്ളിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിന്റെ ശക്തിയാൽ ജയിക്കും ഞാൻ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിന്റെ
രാത്രി എത്ര പേർക്ക് സാക്ഷ്യം പറയാനുണ്ട്? യേശുവിന്റെ നാമത്തിൽ എല്ലാം സാധ്യമാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാം സാധ്യമാണ്. അങ്ങനെയുള്ള കരങ്ങൾ ഉയർത്തിയാൽ യേശുവിന്റെ നാമത്തിൽ എല്ലാം സാധ്യമാണ്. അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യം എന്ന് പറയുന്നത് അവന്റെ ഡിക്ഷണറിക്കകത്തില്ല. എല്ലാം സാധ്യമാണ് വിശ്വസിക്കുന്നവരാൽ. Praise the Lord. Hallelujah. Hallelujah. ഈ സമയത്ത് നമ്മൾ മൂന്ന് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അതിനുശേഷം ആമേൻ ഒരു പാട്ട് പാടുമ്പോൾ ആമേൻ ഇന്ന് നമ്മൾ സ്വോത്രകാഴ്ച നേരത്തെ എടുക്കുന്നതായിരിക്കും. Praise the Lord. കാലേബ് എന്ന് പറയുന്ന പൈതൽ ചിൽഡ്രൻസ് മെഡിക്കൽ സെന്ററിൽ വെന്റിലേറ്ററിൽ വളരെ അത്യാസന നിലയായി കിടക്കുന്നു. പല പ്രാവശ്യം വിളിച്ചു. വീണ്ടും ഈ സന്ധ്യയിൽ അവർ ആമേൻ നമ്മളെ അറിയിച്ചു, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ കുഞ്ഞ് ലോകത്ത് നിന്ന് മാറ്റപ്പെടുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതുന്നു. എന്നാൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമം പട്ടണത്തിൽ മഹത്വമെടുക്കാൻ പറയുക. Praise the Lord. Praise the Lord. നമ്മൾ അനേക അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നും കണ്ടു, ഇന്നലെയും കണ്ടു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആമേൻ. ഹല്ലേലൂയ. മറിയാമസ് എന്ന് പറയുന്ന ഒരു സഹോദരി ന്യൂയോർക്കിൽ ആമേൻ കഴിഞ്ഞ ദിവസമാണ് ക്യാൻസർ ആണ് ഡയഗ്നോസ് ചെയ്തത്. വളരെ ഭാരത്തിലിരിക്കുന്നു. ആ സിസ്റ്ററിന് വേണ്ടി ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കുഞ്ഞമ്മ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു സഹോദരി വളരെ ഭാരത്തിൽ കഴിയുന്നു. ക്യാൻസർ രോഗത്താൽ ആമേൻ വളരെ പ്രാർത്ഥന ആമേൻ അപേക്ഷിച്ചിരിക്കുക. ഞാൻ ആ സഹോദരിയോട് ആമേൻ ആ മോളോട് ഇന്ന് സംസാരിച്ചപ്പോൾ ഫോണിൽ കൂടെ കരയുന്നത് കേട്ടു. ബ്രദർ, എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, 14 വയസ്സായിരിക്കുന്നു. അവൻ വീൽ ചെയറിലാണ് എപ്പോഴും അവൻ്റെ ജീവിതം. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒന്നും. ആമേ. ഞാൻ ആ സിസ്റ്ററിന്റെ ഒരു വചനം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. കുളക്കരയിൽ കടന്ന രോഗി, അവൻ അവിടെ കിടക്കുകയാ. 38 വർഷമായി
എത്രയോ പ്രാവശ്യം കുളം കലങ്ങി, എത്രയോ പ്രാവശ്യം അവൻ കണ്ടു കുളം കലങ്ങുന്നത്, ചാടുന്നത്, ഓരോരുത്തരും സൗഖ്യമായി എഴുന്നേറ്റ് പോകുന്നത്. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. 38 വർഷം പിന്നിടുമ്പോഴും അവന്റെ ആശയ്ക്ക് ഭംഗം വന്നില്ല, അവന്റെ പ്രതീക്ഷയ്ക്ക് കോട്ടം തട്ടിയില്ല. യേശു അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കുളം കലങ്ങുമ്പോൾ ആമേൻ ഞാൻ ചെല്ലും, പക്ഷേ എനിക്ക് മുന്നോടിയായി ആരെങ്കിലും ഇറങ്ങും. യേശു അവന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ പ്രതീക്ഷിച്ച ഒരു പ്രതീക്ഷയുണ്ട്. എന്നാണെന്നറിയാമോ? ഈ മനുഷ്യൻ എങ്കിലും എന്നെ ഒന്ന് സഹായിക്കും. ആരും ഇതുവരെയും അവന്റെ അടുത്ത് സഹായത്തിന് ചെന്നിട്ടില്ല, അവനോട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ അവൻ different people in Chhattisgarh. ഞാൻ ആ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞ, സഹോദര അടുത്തൊരു 3-4 മാസത്തേക്ക് നീ ആ ഫീൽഡിൽ പോകണ്ടെന്ന് പറഞ്ഞു. I called him and I said that you don't have to go to that field for next couple of months. എന്നോട് പറഞ്ഞു, പാസ്റ്റർ അങ്ങനെ പറയല്ലേ, എന്റെ യേശുവിന് വേണ്ടി എന്റെ ജീവൻ കൊടുക്കുവാൻ ഞാൻ റെഡിയാ. And this is what the missionary said, don't say that I'm ready to die myself for the Christ who saved me. നിങ്ങൾ ആമേൻ ഞങ്ങളുടെ പുറകിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. I request your valuable prayer for this mission work. ആമേൻ. ഇന്ന് ഒറീസയിൽ നമ്മുടെ എല്ലാ സഭകളിലും ഇന്ന് ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. Today many people in Orissa, in that small city of Orissa, they are praying for this harvest of joy. ഇന്ന് രാത്രി സ്വർഗീയ വിളി കേട്ട എന്റെ സഹോദര സഹോദരിമാരെ, This evening let me talk to people who have heard. പൗലോസ് പറയുന്നത് പോലെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, And let me invite the people who have heard the voice from the heaven. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ചലഞ്ച് I ചെയ്യുകയാണ്. want to challenge you all. നിങ്ങൾക്ക് ആമേൻ ഒരു മിഷണറി അയക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. You can send one missionary. അനേക ആമേൻ ദിവസങ്ങൾ, ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യപ്പെടും, ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഒരു മിഷണറി അയക്ക്, ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഒരു മിഷണറി അയക്ക്. ഇതുവരെയും യേശുവിന്റെ വചനവുമായി പോകാത്ത ഇടങ്ങളിലേക്ക് അയക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. And every day when I call them, they say, send a missionary to my city. Let them come and serve Jesus Christ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടാൽ നിങ്ങൾ അനുസരിക്കണം. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു, അന്ന് രാത്രിയിൽ ഞാൻ അത് അനുസരിച്ചു. അതുകൊണ്ട് 54 ഗ്രാമങ്ങൾ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നു. When Holy Spirit asks you to do something, just obey that. That night I obeyed to Holy Spirit, and because of that today we have missionaries in more than 53 cities. ആമേൻ. നമ്മുടെ യേശു വരാറായി. Our Jesus is going to come soon. ആമേൻ. ഞാൻ സമയം അത് എടുക്കുന്നില്ല. I don't want to take much time. ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസനെ ആമേൻ ക്ഷണിക്കുന്നു ഇന്ന് രാത്രി ശുശ്രൂഷിക്കാൻ വേണ്ടി. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I also praise and thank God for this blessed opportunity He has given me to stand before you with His living word. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി കരേറ്റുന്നു. I thank God for each and every one of you who are here to listen from the word of God. Heavenly Call Ministry ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I thank God for Heavenly Call Ministries. പാസ്റ്റർ രഞ്ജിത്തിനായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി കരേറ്റുന്നു. I thank God for Pastor Ranjit and every man of God, every woman of God, every believers who stand together with him and are serving God. അവരിലൂടെ കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And remembering everything, every great thing that God is doing through this church and this ministry, I thank and praise God. ഈ ശുശ്രൂഷയിൽ അവരെന്നെ വിളിച്ചതിനോടുള്ള നന്ദിയും സ്നേഹവും ഇന്ന് രാത്രി ഞാൻ അറിയിക്കുന്നു. I would like to extend my thanks and gratitude for giving me this opportunity to come here and minister. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗായക സംഘത്തിനായി സ്തോത്രം ചെയ്യുന്നു. I thank God for this great choir who sang great songs and led us into the worship of God. ദൈവത്തെ ശക്തിയോടെ ആരാധിക്കുവാൻ കർത്താവ് അവരെ ബലപ്പെടുത്തി. And Lord enabled them, strengthened them to worship God with all their might. മറ്റ് പല സഭകളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന
ബഹുമാനരായ എല്ലാ ദൈവദാസന്മാരെയും മാനിച്ചോണ്ട് സ്നേഹിച്ചോണ്ട് നിങ്ങളുള്ള സ്നേഹത്തെയും എന്റെ വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. I would also like എല്ലാവർക്കും നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റാൽ Let all of us stand Close together. your eyes and lift your hands. കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്താം. ഓ കരങ്ങളെ ഉയർത്തിയാട്ടെ. Lift your hands. Oh hallelujah. Sing together and worship God. Hallelujah. 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 കരങ്ങളെ ഉയർത്തി പിടിച്ചോണ്ട് ശബ്ദം ഉയർത്തി Sing it aloud. എല്ലാ അതിരുകളെയും ശാസിക്കുന്ന പിതാവ് Holy Spirit, move now. Sing again, children of God. Hallelujah. In the name of Jesus. Close your eyes. Worship. ആരും കണ്ണു തുറന്ന് അലക്ഷ്യമായിട്ട് നിൽക്കരുത്. Please. No one stand idle over here. No one look around. Let us all worship together the Lord God Almighty. Hallelujah. Hallelujah. We praise Jesus. Oh, hallelujah. We worship you, Jesus. Oh, hallelujah. Welcome you. Welcome you. Welcome you. Hallelujah. Dear brothers and sisters, close your eyes now. Hand in your hand. Demonic powers Holy Ghost, thank you for your presence, Lord. We give you praise and glory and honor in the name of Jesus, Lord. Hallelujah. Oh, hallelujah. Oh, Jesus. The Spirit of God is Close your eyes, everyone. എല്ലാവരും കണ്ണുകളെ അടയ്ക്കുക. Everyone. എല്ലാവരും ഒരു കുഞ്ഞു പോലും കണ്ടു തുറന്ന ലക്ഷ്യം no നിൽക്കരുത്. one stay idle over here. കരങ്ങളെ ഉയർത്തി. Lift your hands. Praise. Please quiet. Please sing. This is
worship you tonight. ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. We worship you. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. We worship you. അങ്ങേ ആരാധിക്കുന്നു. You're the Almighty Lord. അങ്ങ് സർവശക്തനായ ദൈവമാണ്. Your name is El Shaddai. അങ്ങയുടെ പേര് തന്നെ എൽ ശദ്ദായ്. You are our provider, Lord. അങ്ങാണ് ഞങ്ങൾക്ക് കരുതുന്നത്. Your name is Jehovah Jireh. അങ്ങയുടെ പേര് യഹോവ ഈരയാണ്. Lord, you are our healer. അങ്ങ് ഞങ്ങളുടെ സൗഖ്യദായകൻ. Because your name is Jehovah Rapha. അങ്ങയുടെ പേര് തന്നെ യഹോവ റാഫയാകുന്നു. Father, we worship you. പിതാവേ, അങ്ങേ ഞങ്ങൾ Thank ആരാധിക്കുന്നു. you for your mighty presence. അങ്ങയുടെ ശക്തിയുള്ള സാന്നിധ്യം. Thank you for your mighty presence. അങ്ങയുടെ ശക്തിയുള്ള സാന്നിധ്യം. Thank you for your mighty presence. ശക്തിയുള്ള സാന്നിധ്യത്തിനായി Children of God, ദൈവമക്കളെ, lift up your voice. Lift up your voice. We worship you, Lord. ദൈവത്തെ ആരാധിക്കാം. The power of healing will move. സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. Power of healing. ദൈവ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. Arthritis. Arthritis. Heal now. സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. സൗഖ്യമാകട്ടെ. Bone cancer. Cancer. Bone cancer. Cancer. Heal now. ഇപ്പോൾ സൗഖ്യമാകട്ടെ. Heal now. സൗഖ്യമാകട്ടെ. Heal. സൗഖ്യമാകട്ടെ. Lord, I send your word. അങ്ങയുടെ വചനം അയക്കുന്നു. Lord, I release your power. അങ്ങയുടെ ശക്തി Lord, I send the power of Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ Yes, hallelujah. Mama said, കരങ്ങൾ അടിച്ചോണ്ട് അന്യഭാഷകളിൽ Clap your hands and worship God in tongues. കരങ്ങൾ അടിച്ചോണ്ട് Close your eyes. Clap your hands and worship the Lord in tongues. കരങ്ങൾ അടിച്ചോണ്ട് എല്ലാവരും Come on, everyone. Everyone, clap your hands. Yes, 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 worship Jesus. Hallelujah. കരങ്ങൾ അടിക്കുന്നതിൽ നന്നായി അടിച്ച് With all your strength tonight. വായികൾ തുറന്ന് Open your mouth. ശക്തിയോടെ With all your strength. Thank you, Holy. ദൈവ സാന്നിധ്യം Oh, the presence ദൈവ സാന്നിധ്യം receive is moving today. receive tonight receive വായികൾ തുറന്ന് കണ്ണുകളെ അടച്ച് ദൈവത്തെ ആരാധിച്ചാൽ എല്ലാവരും വായികൾ തുറന്ന് ശക്തിയോടെ ശക്തിയോടെ We thank you, Jesus. We thank you for your mighty presence. We thank you for your wonderful presence. We worship you, Lord. സാന്നിധ്യം അനുഭവിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി പിടിച്ചാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ കാഴ്ചക്കാരല്ല, ചുമ്മാ കാണാൻ വന്നവരല്ല, യേശുവിനെ സ്നേഹിക്കുന്നവർ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. കരങ്ങൾ ഉയർത്തിയാണ് worship you, Lord. Thank you, Holy God. Thank you for your mighty presence, Jesus. പരിശുദ്ധാത്മാവിനുള്ളതിന് നന്ദി. Touch now. Touch now. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ദാഹം ഉണ്ടാകട്ടെ. Let there be great thirst within you tonight. Holy Spirit, touch me tonight. Holy Spirit, touch me tonight. Holy Spirit, touch me tonight. Touch me tonight. I want to more anointing. അഭിഷേകം എനിക്ക് വേണം. I need your presence. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അത്യാവശ്യമാണ്. Lord, I
need your presence. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അത്യാവശ്യമാണ്. The presence of God will move tonight in the name of Jesus. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ പ്രവർത്തിക്കുന്നു. He is here. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. Jesus is here tonight. യേശു ഇവിടെ വന്നിട്ടുണ്ട്. Jesus is here tonight. യേശു ഇവിടെ ഉണ്ട്. Jesus is here യേശു tonight. ഇവിടെ ഉണ്ട്. Jesus is here യേശു tonight. ഇവിടെ ഉണ്ട്. He's the Lord of Almighty. അവൻ സർവശക്തിയുള്ള He's the ദൈവമാണ്. Lord of miracles. അവൻ അത്ഭുതങ്ങളുടെ ദൈവം. He's the Lord of love. അവൻ സ്നേഹത്തിന്റെ ദൈവം. He's the Lord of mercy. അവൻ കരുണയുള്ള ദൈവം. Yeshua, call upon that name. ഓ, അവന്റെ നാമത്തെ വിളിക്കാം. Call upon that അവന്റെ name. നാമത്തിൽ വിളിച്ചപേക്ഷിക്കാം. Everyone. എല്ലാവരും Everyone. എല്ലാവരും Jesus. ചേർന്ന് വിളിക്കാം. Jesus. യേശുവേ, Jesus. യേശുവേ, Jesus. വിളിച്ചാട്ട് Lift up your voice ശബ്ദങ്ങൾ ഉയർത്തി and call his name. അവന്റെ നാമത്തിൽ വിളിക്കാം. യേശുവേ, യേശുവേ. Thank you, Lord. നന്ദി കർത്താവേ. Alma Sandaba. ഓ, ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. For the Lord says God is performing healings over your ഇപ്പോൾ തന്നെ life. സൗഖ്യങ്ങൾ Right നടന്നുകൊണ്ടിരിക്കുന്നു. now, healing is taking place. രോഗബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. Sickness, bondage of sickness is being വർഷങ്ങൾ പഴക്കമുള്ള പൈശാചിക കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടി മാറിക്കൊണ്ടിരിക്കുന്നു. bandages that are years and years old is being loosened right now. Receive your healing. ആവിച്ചാട്ട് നിങ്ങളുടെ സൗഖ്യം. Receive your deliverance. ആവിച്ചാട്ട് നിങ്ങളുടെ Receive your miracle. Tonight in the mighty name of Jesus. രാത്രി യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ Because the Bible says for nothing is impossible with God. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ലല്ലോ. He is forever. അവൻ എന്നേക്കുമുള്ളവനത്രേ. His work forever. അവൻ എന്നും പ്രവർത്തിക്കുന്നു. His miracle forever. അവന്റെ അത്ഭുതങ്ങൾ എന്നും പ്രവർത്തിക്കുന്നു. Jesus Christ is same yesterday, today, is forever. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നെന്നും അനന്യം തന്നെ. Hallelujah. ഹല്ലേലൂയ. Thank you, Father. നന്ദി പിതാവേ. Thank you, Father. നന്ദി പിതാവേ. Thank you, Father. നന്ദി പിതാവേ. ഞങ്ങളുടെ വിശ്വാസ കണ്ണുകൾ ഉയർത്തി Lord, we open our eyes of faith. ഞങ്ങളുടെ നടുവിൽ വന്ന യേശുവിനെ ഞങ്ങൾ കാണുന്നു. Lord, we see Jesus who is over here tonight. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ ഞങ്ങൾ കാണുന്നു. We see our loving Jesus in our ഞങ്ങളെ midst. രക്ഷിക്കുന്ന ഏക രക്ഷകനെ ഞങ്ങൾ കാണുന്നു. We see our only Savior in our midst tonight. ഞങ്ങളെ സൗഖ്യമാക്കുന്ന സൗഖ്യദായകനെ ഇന്ന് രാത്രി ഞങ്ങൾ We കാണുന്നു. see our healer who heals us. പരിശുദ്ധാത്മാവേ, Holy Spirit, ഇന്ന് രാത്രിയിൽ അങ്ങ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് നന്ദി. tonight we thank you that you're going to perform great miracles in our midst. അങ്ങിൽ വിശ്വസിക്കുന്നവരെ ഇന്ന് രാത്രിയിൽ അങ്ങ് നിറയ്ക്കുവാൻ പോകുന്നതിന് നന്ദി. We thank you that you're going to fill with your power each and every one who is believing over here. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവെ അങ്ങ് സ്വാഗതം ചെയ്യുന്നവരെ അങ്ങ് തൊടുന്നതിന് നന്ദി. Tonight, Holy Spirit, we thank you for touching each and every one who welcomes you over here. എല്ലാം തികഞ്ഞവരെ അല്ല, Not everyone who thinks they're perfect. ഞാൻ എല്ലാം ആയി എന്നുള്ള മനോഭാവമുള്ളവരെ അല്ല, Not the person who stands here with the attitude that I'm perfect. ദാഹിക്കുന്നിടത്ത് നീരൊഴുക്കിനെ പകരുന്ന, But God who opens his springs to the people വരണ്ട നിലത്ത് നീരൊഴുക്കിനെ അയക്കുന്ന, who thirst and sends water in the dry land. ആത്മാവിന്റെ ദാഹത്തോടെ ആയിരിക്കുന്നവരെ Each and every one who is thirsty in their spirit tonight പുതിയതൊന്ന് പ്രാപിക്കുവാൻ, to receive something fresh and new, പുതിയ ഒരു ആത്മീയ അനുഭവം ഉണ്ടാകുവാൻ, to experience a new fire of the Holy Spirit, പുതിയ ഒരു അഭിഷേകത്താൽ നിറയുവാൻ to be filled with a new anointing of the Holy ഇന്ന് Spirit. രാത്രിയിൽ ആഗ്രഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Tonight there are people who expect and desire and are praying right now. ഇപ്പോൾ ഇവിടെ Right പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, now people who pray for that. ഇപ്പോൾ ഇവിടെ Right പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, now people are seeking that. കണ്ണ് തുറന്ന് അലക്ഷ്യരായി നിൽക്കുന്നവരല്ല, Not the people who are idle over here. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നോക്കി നിൽക്കുന്നവരല്ല, Not the people who are looking around. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന Right now the people are praying നിന്റെ for ജനത്തെ ഇപ്പോൾ സ്പർശിക്കണമേ. Right now touch your people, God. കരങ്ങൾ അടിച്ച് ചേർന്ന് Come on, clap your hands together. യെസ്, കൈയടിക്കുന്നെങ്കിൽ നന്നായി അടിച്ച്, Yes, yes. If you clap your hands, clap it properly. നന്നായി അടിച്ച്, With all your strength. വായികൾ തുറന്ന് Come on, open your mouth. ശക്തിയോടെ With all your strength. കാമണായിക, Oh, എല്ലാവരും ചേർന്ന് ആരാധിക്കണം. നന്നായി. Yes, yes. ഓ, ഇപ്പോൾ ആ കറുത്ത ദൈവ
കരങ്ങൾ കൊടുത്തു പറയുക, ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രി. Give hands to your neighbor and say, this is the night of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന രാത്രി. Tonight is the night the Holy Spirit works. വിശ്വസിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. Everyone who believes, let us sit together. Thank you, Holy Ghost. Nandi Parishuddha. Thank you, Holy Ghost. Nandi Parishuddha. ഇന്ന് രാത്രിയിൽ അത്ഭുത സൗഖ്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. Tonight already God is saying that He has performed great miracles. അനേകരുടെ ശരീരത്തിൽ വിടുതലുകൾ നടന്നു കഴിഞ്ഞു. Many have been healed over this place and delivered tonight. എത്ര പേർ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നു? How many of you experienced God's presence over here? ശലോമോന്റെ ആലയത്തിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, The presence of God that descended upon Solomon's temple. സമാഗമന കൂടാരത്തിൽ ഇറങ്ങിയ ദൈവ The സാന്നിധ്യം, presence of God that came down on the tabernacle. സെഹിയോൻ മാളികയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, The presence of God that came upon the upper room. കാരാഗൃഹത്തിൽ ഇറങ്ങിയ ദൈവ The സാന്നിധ്യം, presence of God that came down in the prison. പത്മോസിന്റെ ദ്വീപിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, That came to the island of Patmos. മറുരൂപ മലയിൽ ഇറങ്ങിയ ദൈവ That സാന്നിധ്യം. came to the Mount of Transfiguration. ഇന്ന് രാത്രിയിൽ ഇവിടെ അനുഭവിക്കുന്നവർ കരങ്ങളെ ഉയർത്തി Tonight, if you are experiencing that great presence, lift your hands and praise God. ഹല്ലേലൂയ. Hallelujah. വളരെ വേഗത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. Very quickly, let me turn your attention to a scripture portion tonight. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37, 38 വാക്യങ്ങൾ, 39 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. Gospel of John chapter 7 verses 37, 38 and 39. യോഹന്നാൻ 7-ന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ John chapter 7 verse 37 to 39. ദയവായി വായിക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ, എന്റെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. Verse 39 it says, by this he meant the Spirit whom those who believed in him were later to receive. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്. Tonight the topic that I'm going to talk to is about the Spirit received by the ones who believe. ഇന്നലെ രാത്രി നാം കേട്ടു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. Last night we heard about the risen Lord Jesus Christ. ഇന്ന് രാത്രി നാം കേൾക്കുന്നു വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്. Tonight we are going to hear about the Holy Spirit received by the ones who യേശു കർത്താവ് പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. Lord Jesus said, if anyone is thirsty, let him come to me and drink. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. He said, whoever believes in me, as the scriptures has said, streams of living water will flow from within them. ഇത് അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാൻ പോകുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. By this he meant the Spirit who believed in him were later to receive. ഇത് വിമർശിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവല്ല, ഇത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവാണ്. This is not a spirit received by the people who criticize, but by the people who believe in him. ഇത് വിമർശിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ഒഴുകുന്ന ആത്മാവല്ല, ഇത് അവനിൽ വിശ്വസിക്കുന്നവരിൽ നിന്നും ഒഴുകുന്ന ആത്മാവാണ്. This is not a spirit that flows out from the critic's heart, but from within the hearts of people who believe in God. ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for this great evening ഈ time. അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. I thank God for this blessed ഞാൻ church. വിശ്വസിക്കുന്നു ആത്മാവിന്റെ സ്വാതന്ത്ര്യം ശുശ്രൂഷയിൽ ഈ ദൈവസഭയിൽ അവൻ ഉള്ളതിനാൽ ഞാൻ കർത്താവിനെ നന്ദി കരയേറ്റുന്നു. I believe and I know that the freedom of the Holy Spirit is there over there in this church. ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. The Bible says where the Spirit of the Lord is, there is freedom. ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷയിൽ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഈ ദൈവസഭയിൽ ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് അവർ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടാണ്. Tonight the reason I experience the freedom to minister is because the church allows the Holy Spirit to move freely. ദൈവം തന്റെ സഭയെ പണിയുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. God always builds his church upon two things. ദൈവം തന്റെ സഭയെ ബന്ധങ്ങളിലൂടെ പണിയുന്നു. God builds his church through relationships. ദൈവം തന്റെ സഭയെ വെളിപ്പാടിലൂടെ പണിയുന്നു. And God also builds his church through revelation. ബന്ധങ്ങളിലൂടെയും വെളിപ്പാടിലൂടെയുമാണ് കർത്താവ് തന്റെ സഭയെ പണിതെടുക്കുന്നത്. It is through revelation and relationship that God builds up his church. അറിവുകളുടെ മേലല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. God's work is not manifested on information, വെളിപ്പാടുകളുടെ മേലാണ്. but it's upon revelation. അറിവുകൾ വളരെ നല്ലതാണ്. Information is good. അനേക പ്രസംഗങ്ങൾ നാം കേൾക്കുന്നു. It is good to hear many preachings. അനേക സന്ദേശങ്ങൾ പലരിലൂടെയും ശ്രദ്ധിക്കുന്നു. We have paid attention to many അതെല്ലാം messages.
നമ്മളിൽ അനേക അറിവുകൾ ഉണ്ടാക്കുന്നു. And it has given us a lot of information and knowledge. പലരും ആ മെസ്സേജുകൾ എഴുതിയെടുക്കുന്നു. Many people write down those messages. മീറ്റിംഗ് കഴിയുമ്പോൾ നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയുന്നു. And after the meeting is over, they say it was a great preaching. എന്നാൽ നാം അറിയേണ്ട ഏറ്റവും വലിയ സത്യം, ദൈവം പ്രവർത്തിക്കുന്നത് അറിവിന്റെ മേലല്ല, ദൈവം പ്രവർത്തിക്കുന്നത് വെളിപ്പാടുകളുടെ മേലാണ്. One of the most important things we as a church need to realize is that God does not work upon information and knowledge, but God rather works in revelation. യേശു കർത്താവ് ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് നിൽക്കുമ്പോൾ യേശു കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. Once when Jesus was in the region of the Philip of Caesarea, he asked his people around him, whom do people call the Son of Man? എന്താണ് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ? Now what does the speciality of the region of the Caesarea? വിഗ്രഹ ആരാധന നടക്കുന്ന സ്ഥലമാണ് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശം. Philip Caesarea is a place of idol worship. അനേക ദൈവങ്ങളെ ആരാധിക്കുന്ന സ്ഥലമാണ്. It is a place where they worship many pagan gods. അവിടെ നിന്നുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. And standing over there, Jesus asked the people around him, whom do you think the Son of Man is? അവിടെ നിന്ന് പലരും അവരുടെ അറിവുകളിൽ നിന്നും അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. And some of the people started responding based on the information and knowledge they had. അറിവിൽ നിന്നാണ് അഭിപ്രായം ഉണ്ടാകുന്നത്. All of his opinion comes through information. എന്നാൽ അഭിപ്രായങ്ങളുടെ മേലല്ല ദൈവം തന്റെ സഭയെ പണിയുന്നത്, വെളിപ്പാടുകളുടെ മേലത്രേ. But God never builds his church upon opinions, but rather he builds his church upon revelation. അവിടെ നിന്നവർ അവരുടെ അറിവുകളിൽ നിന്നും അവർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. People around him started to respond according to their knowledge. അവർ പറഞ്ഞു, യേശു ഏലിയ പ്രവാചകനാണെന്ന്. Some of them said Jesus is the prophet Elijah. കാരണം അവരുടെ അറിവിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളത് ഏലിയാവ് മാത്രമാ. ഇപ്പോൾ യേശുവിലൂടെ അത്ഭുതം നടക്കുന്നത് കൊണ്ട് അവർ പറഞ്ഞു, ഏലിയ പ്രവാചകൻ വീണ്ടും വന്നിരിക്കുന്നു. Because according to their knowledge, they know that it was prophet Elijah who performed miracles in the past, and now since Jesus is performing miracles, he should be prophet Elijah. ചിലർ പറഞ്ഞു, യിരെമ്യ പ്രവാചകൻ വീണ്ടും വന്നിരിക്കുന്നു. Some people say that Jeremiah the prophet is here. കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകനാണ് യിരെമ്യ പ്രവാചകൻ. Because Jeremiah was a prophet who was anointed by God when he was in his mother's womb to build up, to crush down, and to plant again. യിരെമ്യാവിന്റെ പ്രവചനങ്ങൾ നോക്കുമ്പോൾ അറിയാം, ആരെ സന്തോഷിപ്പിച്ചോണ്ടായിരുന്നില്ല യിരെമ്യാവ് പ്രവചിക്കുന്നത്. അവൻ ദേശത്തിന്റെ പാപങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നു. When you pay attention to the prophecies of prophet Jeremiah, you will find out that he was not out there prophesying to please people, but he was calling out the sins of the land. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും അതുപോലെ തന്നെയാ. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ പരീശന്മാരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ടത്രേ സംസാരിച്ചത്. Now when they're looking at Jesus, they find similarity in his ministry because he is looking to the scribes, the Pharisees and Sadducees, and he is calling out with authority. ആ അറിവിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, ഇവൻ യിരെമ്യ പ്രവാചകനാണ്. And according to that knowledge, they said he should be prophet Jeremiah. ചിലർ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ വീണ്ടും മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. Some people were saying that it is John the Baptist who has risen back again. ഹല്ലേലൂയ. Hallelujah. യോഹന്നാൻ സ്നാപകൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. John the Baptist has come back to life. കാരണം അവരുടെ അറിവിൽ, Because according to the knowledge, ആ കാലത്ത് ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് യോഹന്നാൻ സ്നാപകന് മാത്രമാണ്. only John the Baptist was a person who had disciples in that time. ഇപ്പോൾ യേശുവിന് ശിഷ്യന്മാരുണ്ട്. But now Jesus has disciples. അവർ പറഞ്ഞു, നീ യോഹന്നാൻ സ്നാപകനാണ്. They said you are John the Baptist. മുഖം നോക്കാതെ സംസാരിച്ചുകൊണ്ട് അവരുടെ അറിവിൽ നിന്ന് പറഞ്ഞു, നീ യിരെമ്യാവാണ്. Oh, you are Jeremiah, because you're not concerned about what people think. അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ട് അവരുടെ അറിവിൽ നിന്ന് പറഞ്ഞു, നീ ഏലിയ പ്രവാചകനാണ്. Because you perform miracles, they said you should be Elijah. അവരുടെ അറിവുകളിൽ നിന്ന് പല അഭിപ്രായങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ Now as they were sharing many opinions according to the knowledge, യേശു തന്റെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു. Jesus turned to his disciples. നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? Now who do you say the Son of Man is? കൂട്ടത്തിൽ നിന്ന് പത്രോസ് ഇറങ്ങിവെന്ന് പറഞ്ഞു, Peter came forward and said, നീ യിരെമ്യാവുമല്ല, you are not Jeremiah, നീ യോഹന്നാനല്ല, you are not John the നീ Baptist, ഏലിയാവല്ല, you are not Elijah, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവത്രേ. you are the Son of living God, Christ Jesus. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവത്രേ. You are Christ, the Son of the living God. ഈ സമയത്ത് യേശു അവനെ നോക്കി പറയുന്നു, And right then Jesus acknowledged. എന്നാൽ എത്ര പേർക്ക് ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ട്? How many of you have the revelation about the Son of God? എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ഇവരുടെ ഉള്ളിൽ പകർന്ന് ഇവരുടെ ഹൃദയദൃഷ്ടിയെ നീ പ്രകാശിപ്പിക്കണമേ. The letter to Ephesians, Paul is kneeling down and praying to God Almighty. God, I pray that you will give this
ഇന്ന് രാത്രി കേൾക്കുന്ന വചനം, Tonight the word of God you hear. ഇന്ന് രാത്രി കേൾക്കുന്ന സന്ദേശം, The message you hear tonight. 8 മെസ്സേജ് കേട്ടെങ്കിൽ 9ാമത്തെ ഒരു മെസ്സേജായി മാറില്ല. It is not yet another message. 26 പ്രസംഗം കേട്ടെങ്കിൽ 27ാമത്തെ ഒരു പ്രസംഗമാകരുത്. After hearing 26 messages, this should not be another ഇന്ന് 26 രാത്രി message. ഒരു വാക്ക് കേട്ടോളെങ്കിലും അത് ആത്മാവിൽ വെളിപ്പാടായി ഏറ്റെടുക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. Even if you're able to hear just one scripture, if you receive കരമടിച്ച് വായികൾ തുറന്ന് ശക്തിയോടെ, it will be turned into a miracle. വായികൾ Come തുറന്ന് on, clap your hands. Open your കൈയടിക്കുന്ന mind. ശക്തിയോടെ. Worship God with all your power. Hallelujah. Hallelujah. Amen. Amen. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നു. Now Jesus is revealing the Holy Spirit of God. ഇന്ന് രാത്രിയിൽ പ്രതികരിക്കുന്നവരുടെ രാത്രിയാണ്. Tonight is a night when people respond. ദൈവം മടിയന്മാരുടെ ദൈവമല്ല, God is not a God of lazy people. ദൈവം ഉത്സാഹികളുടെ ദൈവമാണ്. God is a God of diligent people. കുഴിയിൽ കിടക്കുന്ന ഒരുത്തനെ എഴുന്നേൽപ്പിക്കാൻ ദൈവം തയ്യാറാണ്. God is ready to pick a person from the pit. കുഴിയിൽ കിടക്കുന്നവനെ കൈ പിടിച്ച് കയറ്റാൻ ദൈവം തയ്യാറാണ്. God is ready to give his hand and പക്ഷേ raise a person from the pit. ചാരുകസേര കിടക്കുന്ന മടിയനെ തൊടാൻ ദൈവം വരത്തില്ല. But God will never come to touch a person who is not easy. ഇന്ന് രാത്രി ഒന്ന് ചലിക്കാൻ തയ്യാറാകുമോ? Are you ready to respond? ഇന്ന് രാത്രി ഒന്ന് ആരാധിക്കാൻ തയ്യാറാകുമോ? Ready to worship ഇന്ന് tonight? രാത്രി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുമോ? Ready to praise ഇന്ന് God? തലമുറ കണ്ടിട്ടില്ലാത്തത്, Something that your generation, കഴിഞ്ഞ തലമുറ കണ്ടിട്ടില്ലാത്തത്, past generation, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, which never I have ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് അവൻ വെളിപ്പെടുത്തുകയാണ്. heart has ever perceived. He is going to reveal it for you tonight. ദൈവം ഉത്സാഹികളുടെ ദൈവം. God is a God of diligent people. പൗലോസ് പറയുന്ന ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നിങ്ങൾ കർത്താവിനെ സേവിക്കുവീൻ. Paul calls out and says, serve God with all your diligence and be strong in your spirit. എല്ലാ മടിയും മാറട്ടെ, Let every laziness be gone. എല്ലാ മടിയും മാറട്ടെ. Every laziness be gone. കൈയടിച്ച് ആരാധിച്ച് മാമി, Come on, clap your hands. Come എല്ലാ on. മടിയും മാറട്ടെ. Every laziness be gone. ഓ ജീസസ്. Oh, yes. ആരാധിച്ച് തകർന്നവരാരും ആരാധിക്കട്ടെ. Oh, let everyone who's tired. ഇന്ന് രാത്രി ആരാധിച്ച് വിടുതലെ കടത്തട്ടെ. But come on, receive a miracle tonight. അടുത്തിരിക്കുന്ന ആളെ നോക്കാനല്ല, Don't look around. ആര് കൈയടിച്ചത് നോക്കാനല്ല, Don't look to see who ആര് is സ്തോത്രം പറഞ്ഞത് നോക്കാനല്ല. Don't care about who is worshiping you. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു, How many of you worship God? എത്ര പേർ അവനെ ആരാധിക്കുന്നു. You praise God. ജീവനുള്ളതൊക്കെയും അവനെ സ്തുതിക്കട്ടെ. Everything that is like praise Him. ജീവനുള്ളതൊക്കെയും അവനെ സ്തുതിക്കട്ടെ. That is like praise God. Worship you, Jesus. ഇന്ന് രാത്രിയിൽ അവൻ സൗന്ദര്യം കാണുമ്പോൾ വരുന്നവനല്ല, Tonight He's not attracted by human beauty. നിങ്ങളുടെ പേഴ്സിലെ ഡോളർ കാണുമ്പോൾ വരുന്നവനല്ല, Tonight He's not drawn by the dollar in your pocket. നിന്റെ കുടുംബ പേര് കണ്ട് വരുന്നവനല്ല, He's not drawn by your pedigree. നിങ്ങൾ വന്ന വണ്ടിയുടെ കമ്പനി നോക്കി നിങ്ങളെ അനുഗ്രഹിക്കുന്നവനല്ല. He does not look to the brand of your car and bless you. ആമീൻ. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഡോളറിന്റെ മേലല്ല വസിക്കുന്നത്, സ്തുതികളുടെ മേലത്രേ. The Holy One of Israel does not dwell upon dollar, but upon the praises of the people. അവനെ വായ് തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. Open your mouth and praise God. അവന്റെ മക്കൾ മാത്രം അവനെ ആരാധിച്ചാട്ടെ. Only His children worship God. ജനം മാത്രം അവനെ സ്തുതിച്ചാട്ടെ. His people alone worship God. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം Oh, the ഇന്ന് രാത്രി power presence of പ്രചരിക്കുന്നു. God is moving here tonight. കാഴ്ചക്കാർക്ക് വേണ്ടിയല്ല, It is not for spectators. വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല, For critics. വിശ്വസിക്കുന്നവർക്കാ. For those who believe. Come on. Thank you, Holy Spirit. Thank you. രാത്രി അത്ഭുതത്തിന്റെ രാത്രിയാണ്. Tonight is a night of miracles. ഇത് ആത്മപകർച്ചയുടെ രാത്രിയാണ്. It's a night of impartation. ഞാൻ വിശ്വസിക്കുന്ന ചിലർ ഇന്ന് രാത്രി പ്രവചിക്കും. I believe that there's some people gonna prophesy. നീ കൈവെക്കുമ്പോൾ ക്യാൻസറുകൾ സൗഖ്യമാകും. When you place your hand, cancer will be removed. പ്രാർത്ഥിക്കുമ്പോൾ അളഞ്ഞ കണ്ണുകൾ തുറക്കും. When you pray, blind eyes will be opened. നിന്റെ തലമുറ നീ ഉപയോഗിക്കും. Your generations will be used by God. രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങി ചെന്ന് നിന്റെ വീട്ടിൽ കാല് കുത്തുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. Put your mic in your house, there will be a miracle. Yes. Glory to God. ദൈവം ഉത്സാഹികളുടെ ദൈവം. God is a God of diligent people. ദൈവം ഉത്സാഹികളുടെ ദൈവം. God is a God of diligent people. ദൈവം ആരാധിക്കുന്നവന്റെ ദൈവം. God is a God of worshipers. ദൈവം വിശ്വസിക്കുന്നവന്റെ ദൈവം. God is a God of believers. ദൈവം അവനെ സ്നേഹിക്കുന്നവന്റെ ദൈവം. God loves those who ഓ love Him. ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Hands together. ഇന്ന് രാത്രി നിന്റെ മതം നോക്കിയല്ല നിന്നെ അനുഗ്രഹിക്കുന്നേ, You will not look at your religion to നിന്റെ bless സഭ you. നോക്കിയാൽ അനുഗ്രഹിക്കുന്നേ, You will not look at your church to bless ഏത് you. പള്ളിയിലാ പോകുമെന്ന് ചോദിച്ചാൽ അനുഗ്രഹിക്കുന്നേ. Or ask what church you നീ go to. ഏത് മതമോ ഏത് സഭയോ ഏത് ഡിനോമിനേഷനോ ആകട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ജീവജലം ഒന്ന് ഒഴുകും. Whatever church, whatever denomination, whatever religion you might belong to, but if you believe tonight, rivers of
ദൈവാത്മാവിന്റെ സമയം. This is the time of Holy Spirit. ഇത് ദൈവാത്മാവിന്റെ സമയം. This is the time of the Spirit of God. ഇത് സ്തുതിക്കുന്നവന്റെ സമയം. This is the time of the ഇത് praise. തല തകർന്ന ലൂസിഫറിന്റെ സമയമല്ല. This is not the time of Lucifer. ഇത് മന്ത്രവാദികളുടെ സമയമല്ല. It's not the time of ഇത് witchcraft. ആഭിചാരകന്റെ സമയമല്ല. It's not the time of ഇത് sorcerers. പിശാചിന്റെ സമയമല്ല. It's not the time of ഇത് devil. ആരാധിക്കുന്ന ദൈവമക്കളുടെ സമയമല്ല. Worshippers of the living God. ദൈവജനത്തിന്റെ സമയമല്ല. Time of people to praise God. Glory to God. Amen, 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 amen. പരിശുദ്ധാത്മാവിനെ യേശു ജനത്തിന് പരിചയപ്പെടുത്തുന്നു. Jesus was introducing the Holy Spirit to the people. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ആത്മാവിനെ നൽകും എന്ന് യേശു പറയുന്നു. Jesus said, to everyone who believes, I will give them my spirit. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവാത്മാവിന്റെ പ്രവർത്തികളെ വേദപുസ്തകത്തിൽ പ്രാരംഭഘട്ടങ്ങൾ മുതലേ കാണുവാൻ കഴിയുന്നു. When you study the Word of God, the Bible, you will see God's hand in work ever since the beginning of this book. പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും പുതിയ നിയമത്തിൽ കാണുന്നില്ല. You don't see many things happening in the New Testament which happened in the Old Testament. രക്ഷയും മാനസാന്തരവും വിശ്വാസ സ്നാനമെല്ലാം പുതിയ നിയമത്തിന്റെ സത്യങ്ങളാണ്. Now salvation, repentance and baptism of faith is all part of the New Testament. പുതിയ സൃഷ്ടി എന്നുള്ളത് പുതിയ നിയമത്തിന്റെ ഉപദേശമാണ്. New creation is a teaching from the New Testament. എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്നതാ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ. But the works of the Holy Spirit can be seen equally both in the Old and the New Testament. വിശുദ്ധ ബൈബിളിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തികളെ In കാണുന്നു. the very beginning of the Bible, we see the Spirit of God in work. ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജ് എടുക്കുമ്പോൾ Tonight, as I take this message, ഞാൻ വിശ്വസിക്കുന്നു I believe ഒരു വലിയ ആത്മപകർച്ച ഇതിൽ നടക്കും. there is going to be great impartation of His Spirit. വലിയ ആത്മപകർച്ച നടക്കും. There's going to be great impartation. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി അന്യഭാഷകളിൽ സംസാരിക്കും. People who believe will start speaking in new tongues. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവിക ശുശ്രൂഷകൾ പ്രാപിക്കും. People are going to receive ministries of belief tonight. ഇന്ന് രാത്രി എന്തെങ്കിലും പ്രാപിക്കണം ആഗ്രഹത്തോടെ വന്നവന്റെ മേൽ ആത്മാവിന്റെ തീ ഇന്ന് രാത്രി വെളിപ്പെടും. Upon everyone who is here with a desire, God, I want to receive something. His fire is going to burn upon you. Hallelujah. Hallelujah. എന്തോ പഠിക്കാനിരിക്കുന്നത് പോലെ ഇരിക്കാതെ, Don't sit here to study something. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ അറിവ് ശേഖരിക്കാൻ ഇരിക്കുന്നത് പോലെ ഇരിക്കാതെ, Don't be here to get some kind of information. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, But be diligent in the Spirit. ആത്മാവിൽ എരിവുള്ളവരായി, And be zealous and passionate. ആത്മാവിൽ Yes, എരിവുള്ളവരായി. be diligent in the ഇന്ന് Spirit. രാത്രി എത്ര പേർ ആത്മാവിൽ എരിവുള്ളവരായി? How many of you are burning in the Spirit ഇന്ന് രാത്രി ചിലത് പിടിക്കാൻ, to receive ചിലത് something, ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ, to get hold of something, എന്തെങ്കിലും ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്ന് ഇവിടെ വീഴുന്നതിന് മുമ്പ് ചാടി പിടിക്കാൻ or to jump and get hold of something that falls from heaven? റെഡിയായിരിക്കുന്നവർക്കായി I know people are ready and thank God for them. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. വേദപുസ്തകം പഠിക്കുമ്പോൾ When we learn the Bible, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ആത്മാവിന്റെ പ്രവർത്തികൾ in the കാണുന്നു. book of Genesis chapter 1, we see God working. വേദപുസ്തകം പറയുന്ന ഭൂമി പാഴും ശൂന്യമായിരുന്നു. The Bible says the earth was empty and void. എന്നാൽ വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. But the Spirit of God was hovering upon the waters. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. Let's pay attention to the word. ഭൂമി പാഴായിരുന്നു, Now the earth was formless ഭൂമി ശൂന്യമായിരുന്നു. and it was empty. എന്നാൽ ശൂന്യതയുടെ മേൽ, But upon the emptiness, പാഴായിരുന്നതിന്റെ മേൽ upon the formlessness, ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. the Spirit of God was hovering over it. ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. God was hovering over it. ഉൽപ്പത്തി പുസ്തകത്തിൽ ചലിച്ച ദൈവത്തിന്റെ ആത്മാവ് The Spirit of God that hovered in the book of Genesis. ഈ 2012 ചലിക്കുന്നത് ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. He is moving and I God thank God for that. ആത്മാവ് വെള്ളത്തിന് മീതെ The ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ Spirit of God was hovering upon the waters ശൂന്യതയുടെ മേൽ, and upon emptiness, പാഴായിരുന്നതിന്റെ മേൽ upon formlessness. ആത്മാവ് ചലിച്ചപ്പോൾ When the Spirit of God moved, ദൈവം വായ് തുറന്നു, God opened His mouth ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. and He said, "Let it be." ശൂന്യതയുടെ മേൽ, Upon emptiness, പാഴായിരുന്ന അവസ്ഥയുടെ മേൽ, upon formlessness, ഒന്നും നടക്കാൻ സാധ്യതയില്ലാത്തതിന് മേൽ, there is no possibility for anything to happen. ഇരുട്ടല്ലാതെ ഒന്നും കാണാൻ കഴിയാത്തതിന് There മേൽ is nothing other than darkness. ആത്മാവ് ചലിക്കുന്നെന്ന് കണ്ടപ്പോൾ When He saw that the Spirit of God was moving, ദൈവം വായ് തുറന്നു. God opened His mouth. ദൈവം വായ് തുറന്നു. Oh, God opened His mouth. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. He said, "Let it be." അപ്പോൾ എന്തൊക്കെ ദൈവം പറഞ്ഞോ And
Spirit of God moves, ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോ when the presence of God comes down, എന്തൊക്കെ ഇന്ന് രാത്രി വായി തുറന്ന് പ്രഖ്യാപിക്കുന്നു whatever you declare, അതെല്ലാം മുമ്പിൽ വെളിപ്പെടാൻ പോവാ. it's gonna be revealed tonight. അതെല്ലാം വെളിപ്പെടാൻ പോവാ. It's gonna manifest tonight. ഇന്ന് രാത്രി എത്ര വിളിച്ചു പറയൂ, How many of you will say tonight, എന്റെ തലമുറകളെ ദൈവം ഉപയോഗിക്കാൻ പോവാ. God is gonna use my children, എന്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോവാ. God is gonna change my situation, ഓ, എന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോവാ. God is gonna bless my life, ആത്മാക്കളെ ഞാൻ നിറയാൻ പോവാ. I'm gonna be full with goodness of God. ഞാൻ പരാജയപ്പെടുമെന്ന് വിധി എഴുതിയവന്റെ മുമ്പിൽ ജയാളിയായി. Everyone who trusts that I'll be defeated, I will be victorious. ഓ, ജീസസ്. Yes, Jesus. കൈയടിച്ച് ചേർന്ന് Clap your hands together. കൈകൾ തുറന്ന് Open your mouth. ചിലത് വിളിച്ചു പറ, Oh, come on, say it. ചിലത് വിളിച്ചു പറ. Come on, declare it. ഈ ദൈവസഭ അനുഗ്രഹിക്കുമ്പോൾ Oh, this church will be blessed. നിങ്ങളുടെ രോഗമെമ്പരവാടിയും Your sickness, the bondage. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. There will be peace in the family. പിശാച് ബന്ധിച്ചത് മുഴുവൻ അഴിയും. Every bondage of the devil will be loosened. Yes, yes. Come on, declare it tonight. ദൈവം ജ്ഞാനമുള്ളവനാ. God is a God of wisdom. ആ ജ്ഞാനം നിങ്ങൾക്കുണ്ടാകണം. And that wisdom should be upon you. ചിലർ മണ്ടന്മാരായി പോകുന്നത് ഇവിടെയാണ്. This is the reason some people become foolish. ആത്മാവ് ചലിക്കുമ്പോൾ When the Spirit of God moves, കൈകെട്ടിയിരിക്കും. they bind their hands. അവൻ ഇവിടെ ഉണ്ട് ഇന്ന് രാത്രി. 2011 വർഷങ്ങൾക്ക് മുൻപ് 2011 years ago, ദാവീദ് പുത്ര യേശുവേ എന്ന് വിളിച്ചപ്പോൾ യേശു അരികിൽ വന്നതുപോലെ just like when Bartimaeus called upon him and said, Son of David, have mercy upon me, and Jesus turned ഇന്ന് to him. രാത്രിയിൽ വിളിച്ചാൽ നിന്റെ അരികിൽ വരുവാൻ അവന്റെ ആത്മാവ് ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ട്. If you call upon him, his Holy Spirit is here in this earth to come to you. ഇതാണ് യേശു പഠിപ്പിച്ചത്. That is what Jesus said. വളരെ പ്രസക്തമായ ഒരു കാര്യം. It is a very important thing. ലൂക്കോസിന്റെ സുവിശേഷം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to the last chapter of the book of Luke, യേശു പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. now look to what Jesus says over there. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നു. Come on, look to Luke chapter 24. അതിന് 24 അധ്യായം അതിന്റെ 48 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. Chapter 24, Luke chapter 24, verse 48 onwards. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. I am going to send you what my Father has promised. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. But stay in the city until you have been clothed with power from on high. Please read again. English വായിച്ചാട്ടെ. Amen. But stay in the city until you have been clothed with power from on high. CLOTHED clothes. He says CLOTHED, clothes. യേശു പറയുന്നു ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുക. He says, Jesus says, put on the power that comes from on high. Close the Bible. Man, മാറ്റി വെച്ചാട്ടെ. set it aside. ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കണം. Put on the power that's from above. ചേർന്ന് പറഞ്ഞാട്ടെ, ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കണം. Say it together, put on the power from above. അവിടെ എഴുതിയിരിക്കുന്നത് ധരിക്കുക എന്ന വാക്കാണ്. And it says, clothe yourself. വസ്ത്രം ധരിക്കുന്നത് പോലെ. Just like you wear clothes. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, If it is so tonight, let me tell you, ഒരു ദൈവ പൈതലിന്റെ യൂണിഫോം ആണ് ഹോളി സ്പിരിറ്റ്. Holy Spirit is the uniform of a child of God. നിന്റെ സർട്ടിഫിക്കറ്റിന്റെ മുമ്പിലല്ല പിശാച് വീഴുന്നത്. The devil never trembles before your certificate and credentials. The നിന്റെ സാലറിയുടെ മുമ്പിലല്ല പിശാച് വിറയ്ക്കുന്നത്. devil never trembles before your salary. നീ ധരിച്ചിരിക്കുന്ന അഭിഷേകം എന്ന യൂണിഫോമിന്റെ മേൽ But upon the anointing that you wear, the devil trembles before you. ഇന്ന് രാത്രി നിന്റെ ഐഡന്റിറ്റി നിന്റെ കസേരയല്ല. Tonight your identity is not the chair you sit. നീ ഇരിക്കുന്ന സെക്രട്ടറി കസേരയല്ല. It's not the secondary position you hold. പദവി കസേരയല്ല. It's not the position that you നിന്റെ hold. ഐഡന്റിറ്റി the power of Holy Spirit. Amen. Yes, hallelujah. ഉയരത്തിൽ
on high. ആ യൂണിഫോമിന്റെ മുമ്പിലാ സല്യൂട്ട് വീഴുന്നേ. And it's upon that uniform that people salute. ആ യൂണിഫോമിന്റെ മുമ്പിലാ പാതാളത്തിന്റെ മുട്ടിടിക്കുന്നേ. And it is before the uniform that the powers of hell tremble. ഈ യൂണിഫോമോടുകൂടെ യേശു ശുശ്രൂഷിച്ചത്. And when Jesus ministered with this uniform, ബൈബിൾ പറയുന്നു നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. Bible says God Almighty anointed Jesus with power and Holy Spirit. ആ യൂണിഫോമിന് മുമ്പിൽ ലെഗ്യോന് നിൽക്കാൻ കഴിഞ്ഞില്ല. And before that uniform, legion could ആ stand. യൂണിഫോമിന് മുമ്പിൽ അന്ധന്റെ കണ്ണ് തുറന്നു. And before the uniform, the blind eyes were opened. ഇന്ന് രാത്രി വിളിച്ചു പറ ഉയരത്തിലെ ശക്തി. Tonight, come on, say the power from above. Thank you, Holy Spirit. ഉയരത്തിലെ ശക്തി. Power from above. ആഗ്രഹിക്കുക, Desire it. ചോദിക്കുക, Come on, ask for it. പ്രാർത്ഥിക്കുക. Come on, expect it. പ്രാർത്ഥിക്കുക. Desire it. പണ്ടത്തത് Pray പോരാ, for it. കുറച്ച് പോരാ. All is not enough. ഉയരത്തിലെ ശക്തി. It is not enough. The power from above. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ യൂണിഫോമിൽ വരുമ്പോഴാ അദ്ദേഹത്തെ ഓണർ ചെയ്യുന്നത്. When a cop comes in his uniform, it is the only time when he's honored. യൂണിഫോം ഇല്ലെങ്കിൽ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അറിയത്തില്ല. If he doesn't have his uniform, no one knows that he's a cop. ഇന്ന് രാത്രി ദൈവമൈതലേ നിന്റെ യൂണിഫോം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. Child of God, your uniform is the clothing of the power of the Holy Spirit. ദൈവസഭയിൽ എല്ലാവർക്കും ഈ യൂണിഫോം ആകട്ടെ. Everyone in the church needs to have this എല്ലാവർക്കും ഈ uniform. യൂണിഫോം ആകട്ടെ. Everyone should have this അങ്ങനെയെങ്കിൽ ആ uniform. സഭ ഒരു സ്വർഗമായിരിക്കും. And if it is so, the church will be in heaven. ഈ യൂണിഫോം ഇല്ലാത്ത ചിലത് സഭയ്ക്കകത്തിരിക്കുന്നതാ ഏറ്റവും വലിയ പ്രതികൂലം. It's because people without the Holy Spirit spirit in the church, we have great problems. സ്കൂൾ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ ഒറ്റ യൂണിഫോമിൽ നിന്നാൽ എത്ര രസമാ കാണാൻ. Now, when you stand in the school assembly, when you see people, the students in the same uniform, it's good to see that. അതിനിടയിൽ യൂണിഫോം ഇല്ലാതെ നിൽക്കുന്നവനെ പെട്ടെന്ന് തിരിച്ചറിയാം. But you can easily identify a person who is not in uniform. ദൈവസഭയ്ക്കകത്തും പരിശുദ്ധാത്മാവിന്റെ യൂണിഫോം ഇല്ലാത്തവനെ പെട്ടെന്ന് തിരിച്ചറിയാം. You can easily realize and recognize a person in the church who doesn't have the power of Holy Spirit. സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും. Even if you don't praise, I will still preach. Thank you, Holy Spirit. യേശു കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ജനത്തിന് പരിചയപ്പെടുത്തുന്നു. The Lord Jesus Christ was introducing Holy Spirit to the people. എന്നെ കേൾക്കുന്ന വത്സല സഹോദരങ്ങളെ, Beloved brothers, യേശു ഇവിടെ ദൈവാത്മാവിനെ വെളിപ്പെടുത്തുന്നത് ഒഴുകുന്ന വെള്ളത്തോടുകൂടെയാണ്. now Jesus is describing the Holy Spirit like a water. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിവിധ നിലകളിൽ ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി The തരുന്നു. Word of God reveals to us Holy Spirit in different ways. എല്ലാവരും ശ്രദ്ധിക്കാം. Come on, pay attention. ദൈവത്തിന്റെ ആത്മാവിനെ വേദപുസ്തകം എണ്ണയോടുകൂടി ഉപമിക്കുന്നു. The Word of God symbolizes the Holy Spirit to be oil. ദൈവത്തിന്റെ ആത്മാവിനെ വേദപുസ്തകം തീയോടുകൂടി The ഉപമിക്കുന്നു. Holy Spirit is symbolized as fire, കാറ്റിനോടുകൂടെ, as a wind, പ്രാവിനോടുകൂടെ, as a dove, വീഞ്ഞിനോടുകൂടെ, as a wine, വെള്ളത്തോടുകൂടെ. as water. ദൈവത്തിന്റെ ആത്മാവിനെ വിവിധ നിലകളിൽ വേദപുസ്തകം In ഉപമിക്കുന്നു. different way, the Bible symbolizes the Holy Spirit. പഴയ നിയമത്തിൽ ഏറ്റവും അധികം ദൈവത്തിന്റെ ആത്മാവിനെ ഉപമിച്ചിരിക്കുന്നത് എണ്ണയോടുകൂടെയാണ്. Old Testament, the Holy Spirit was always symbolized by oil. 23-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. Psalms 23 verse 5, the psalmist saying, He anoints my head with oil. പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യാൻ ഉപയോഗിച്ചത് എണ്ണയാണ്. In the Old Testament, oil was used to anoint people. ദാവീദിന്റെ മേൽ പകരപ്പെട്ട എണ്ണയല്ല പരിശുദ്ധാത്മാവ്. The Holy Spirit was not the oil poured upon David. എണ്ണ നിഴലായി അവന്റെ മേൽ പകരപ്പെട്ടപ്പോൾ പൊരുളായി ആത്മാവ് അവന്റെ മേൽ വന്നു. When as a symbol the oil was poured upon him, the Holy Spirit came upon him. 92-ാം സങ്കീർത്തനം 8, 9, 10 വാക്യം പറയുന്നു, Psalms 92 verse 8, 9 and 10. യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ എന്നെ വളഞ്ഞിരിക്കുന്നു. Lord, your enemies have surrounded me. എന്റെ ശത്രുക്കൾ എന്നെ വളഞ്ഞിരിക്കുന്നു. My enemies have surrounded me. എങ്കിലും എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കുന്നു. My head is risen like the horns of a wild bull. എങ്കിലും എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കുന്നു. My head is risen up like the horns of a wild bull. കാരണം പുതിയ എണ്ണ നീ എന്നെ തേപ്പിക്കുന്നു. Because you have anointed me with new oil. Amen. ദൈവത്തിന്റെ ആത്മാവിനെ
symbolized with oil. എനിക്ക് ചുറ്റും ശത്രുക്കൾ ഇല്ലെന്നല്ല, എനിക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. It is not that I don't have enemies around me. I do have enemies. എന്റെ പരാജയം കാണാൻ നിൽക്കുന്നവരല്ല, പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. There are people who desire to see me fail. ഞാൻ തകർന്നു കിടക്കുന്നത് കാണാൻ കൊതിക്കുന്നവരില്ലെന്നല്ല, കൊതിക്കുന്നവരുണ്ട്. There are people around me who want to see me be defeated. എന്റെ ശുശ്രൂഷ നഷ്ടപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരില്ലെന്നല്ല, ഉണ്ട്. There are people who desire to see my ministry gone. പക്ഷേ അവരുടെ മുമ്പിൽ ഞാൻ തല താഴ്ത്തുകയല്ല. എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കുക. I will not bow down because He lifts my head like a wild bull, because His anointing is upon me. കാരണം എന്റെ പണം കൊണ്ടല്ല, It is not my education. എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല, It's not my credential. ഓരോ പ്രഭാതത്തിലും ഓരോ രാത്രിയിലും ഞാൻ പോലും അറിയാതെ എന്റെ മേൽ അവൻ പകരുന്ന പുതിയ എണ്ണ. Every morning and every evening, without even my notice, He pours His anointing upon me. പുതിയ എണ്ണ. A new oil. ശത്രുവിനെ ജയിക്കാൻ വേണ്ടത് പുതിയ എണ്ണ. What you need to win over your enemy is a new oil. നിന്റെ കൊമ്പുയരാൻ വേണ്ടത് പുതിയ എണ്ണ. For your horn to be lifted, you need new oil. പുതിയ അഭിഷേകം, New anointing. പുതിയ അഭിഷേകം, New anointing. പുതിയ New ദൈവശക്തി. anointing. 81 എണ്ണയല്ല, It is not the oil from 81. 96 എണ്ണയല്ല. It's not the oil from 96. ചിലര് പറയുന്നു 83 ഞാൻ ആരായിരുന്നെന്നറിയാമോ? Some people claim, oh, I was a big shot in 1983. നിനക്ക് വേണ്ടത് 83 കനച്ച എണ്ണയല്ല. What you need is not the old stinking oil നിനക്ക് from 83. വേണ്ടത് 2012 പുതിയ എണ്ണയാ. What you need this evening is a fresh anointing from 2012. Amen. പണ്ട് പാടിയ 2 പാട്ടും, You have the same old songs. പണ്ട് പറഞ്ഞ അരമുറി അന്യഭാഷയും, You have the same half broken. കാണാതെ പഠിച്ച 2 പ്രസംഗവും കൊണ്ട് ഉണർവ് വരത്തില്ല. You will never have a revival with some kind of messages that you always. നിനക്ക് വേണ്ടത് പുതിയ എണ്ണയാ. What you need is a new oil. എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയരുന്നത്. Oh, the reason He lifts my head like the horn of wild bull. പുതിയ എണ്ണ അവൻ എന്നെ തേപ്പിക്കുന്നു. It's because He anoints me with new oil. ഇന്നലത്തെ മന്ന ഇന്ന് ഉപയോഗിക്കാൻ കൂടി. You cannot use yesterday's manna for today. ഇന്ന് നിൽക്കാൻ ഇന്നത്തെ മന്ന വേണം. For you to stand today, you need today's manna. 2001 വന്ന ശത്രുവല്ല 2012 വന്നത്. The enemy that you faced in 2001 is now the one you face today in 2012. 2001 പിശാച് പ്രവർത്തിച്ചതുപോലല്ല 2012 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Now the same way the enemy will work, the way he worked in 2002. പിശാച് ആയിരക്കണക്കിന് ആയുധങ്ങൾ മാറുമ്പോഴും When devil keeps changing his weapons, നിന്നിൽ ഒരു കാര്യം മാത്രം സംഭവിച്ചാൽ മതി. there is only one thing needs to happen on നിന്റെ you. മേലുള്ള അഭിഷേകത്തിന്റെ ലെവൽ വർദ്ധിക്കട്ടെ. The level of anointing upon you increase. കൈയടിക്കുന്നെങ്കിൽ ഒന്ന് ചൊവ്വയടിച്ച് ദൈവത്തെ Clap your hands properly. Yes, come on, worship God. Worship Him tonight. Thank you, Holy Ghost. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ മേൽ അഭിഷേകം വർദ്ധിക്കുന്നത്. It's according to the change in your attitude and perspective, the Holy Spirit's work will change in you. നിങ്ങൾക്കൊരു ഇടുങ്ങിയ കാഴ്ചപ്പാടാണോ? If you have a narrow attitude, ചെറിയ അഭിഷേകം. you will have a small anointing. നിങ്ങൾക്കൊരു വൈഡ് വിഷൻ ആണോ? But if you have a wide vision, വലിയ അഭിഷേകം. you will have a great anointing. കേരളത്തിൽ അറിയപ്പെടുന്ന 2 എയർപോർട്ടുകളുണ്ട്. There are 2 international airports in Kerala. ഒന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടും ഒന്ന് ട്രിവാൻഡ്രം എയർപോർട്ടും. One is Nedumbasheri and one is Trivandrum. രണ്ടിന്റെയും പേര് എയർപോർട്ട് എന്നാണ്. And both have the same name, airport. എല്ലാവരും വിശ്വാസികളാണ്. Everyone is a believer. രണ്ടിടത്തെയും പ്രൊസീജിയേഴ്സ് ഒന്നാണ്. And the same procedures happen in both places. Arrival and departure. Arrival and departure. എല്ലാവർക്കും നിയമം വ്യവസ്ഥയൊക്കെ ഒന്നാണ്. Everyone has the same Bible. പക്ഷേ But ഇപ്പോഴല്ല, തിരുവനന്തപുരം എയർപോർട്ടിൽ മുൻപ് പുതുക്കി പണിയുന്നതിന് മുൻപ് before the Trivandrum airport was renovated,
ഒരു സമയത്ത് ഒരു ജംബോ ജെറ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ പിന്നെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യത്തില്ല ഇത് ടേക്ക് ഓഫ് ചെയ്യാതെ. If there was a jumbo jet that landed at one point of time, it was not possible for another flight to take off. എന്നാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് തുടങ്ങിയപ്പോൾ തന്നെ 3-ലധികം ജംബോ ജെറ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും, 3-ലധികം ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യും. But as the Nedumasheri airport began its working, 3 jumbo jets could land together and 3 could take off together. എല്ലാത്തിന്റെയും പേര് എയർപോർട്ട് എന്നാണ്. Everything's name is airport. എവിടേക്കോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. But somewhere there is a spelling mistake. എല്ലാവരുടെയും പേര് വിശ്വാസികളാണ്. Everyone's name is a believer. ചിലർ ശക്തിയോടെ നിൽക്കുന്നു, But some people are strong, ചിലർ ശക്തിരഹിതരായി നിൽക്കുന്നു. some people are without any strength. പെന്തക്കോസ്ത് വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ശബ്ദമല്ല നിനക്ക് വേണ്ടത് ശക്തിയാണ്. Because of believers, let me tell you, what you need is not noise, you need power. Thank you, Lord. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് വെറും ഒച്ചയല്ല. Pentecost is not mere making noise. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ മെസ്സേജ്, ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനങ്ങൾ അത്രേ. Apostle Paul says our preaching was not with eloquent words and enticing words, but it came with the manifestation and the power of the Holy Spirit. എന്തായിരുന്നു അറിയോ ഈ എയർപോർട്ടിന്റെ പ്രശ്നം? Now, what was the problem with the airport? ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ റൺവേ ഇടുങ്ങിയതാണ്. Trivandrum airport's runway was a narrow runway. റൺവേ ഇടുങ്ങുമ്പോൾ When the runway is narrow, ചെറിയ ഫ്ലൈറ്റുകൾ ഇറങ്ങും. only small flights can come ചെറിയ down. റൺവേ ആണെങ്കിൽ അതിനെ ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് പറയും. If it's a small runway, they call it a domestic airport. ചിലർ ഡൊമസ്റ്റിക് വിശ്വാസികളാണ്. There are some people are domestic എന്നാൽ believers. വലിയ റൺവേ ഉള്ളവരെയാണ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. But the people who have big runways are called international believers. ഒരു ഇന്റർനാഷണൽ ലെവലിൽ നീ ഉപയോഗിക്കപ്പെടണമെങ്കിൽ If you want to be used at an international level, നിന്റെ റൺവേ ഇച്ചിരി the വലുതായിരിക്കണം. runway needs to expand. റൺവേ വലുതാകുന്നതിനനുസരിച്ചാ വലിയ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. And it's according to the width of your runway, big flights will come down. ദർശനം വലുതാകുമ്പോൾ When your vision grows, അഭിഷേകം വർദ്ധിക്കുന്നു. anointing will grow. ഇത്രയൊക്കെ മതിയെന്ന് ചിന്തിക്കുമ്പോൾ If you say that this is enough for me, ഉള്ളതും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. and you will lose whatever you have. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും. Even if you don't praise, I will still preach. Hallelujah. Hallelujah. ചിലർക്ക് കൈയടിക്കാൻ ഒക്കത്തില്ല. Some people had a hard time clapping hands. ചിലർക്ക് സ്തോത്രം പറയാൻ ഒക്കത്തില്ല. Some people have a hard time praising God. വേദപുസ്തകത്തിൽ ദൈവത്തെ ഏറ്റവും ശക്തമായി ആരാധിച്ച അഭിഷിക്തനാ ദാവീദ്. In Bible we say David was an anointed servant of God who worshiped God the most. ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്ന പെട്ടകം പട്ടണത്തിന്റെ നടുവിൽ വന്നപ്പോൾ ഇസ്രായേലിന്റെ മധുര ഗായകനും രാജാവുമാകുന്ന ദാവീദ് പെട്ടകത്തിന്റെ അരികിൽ വന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ Now, സ്തുതിച്ചു. when the Ark of Covenant of God came to the city of Jerusalem, David, who was the king and the worshipper of God, came and worshipped and danced before the Ark. അഭിഷേകമുള്ളവന്റെ ഒരു വലിയ പ്രശ്നമായത്. Now it is a great problem with an anointed. സാന്നിധ്യം ഇറങ്ങിയാൽ പരിസരം മറക്കും. Wherever there is a presence, they will forget everything. അസാന്നിധ്യത്തിന്റെ മുമ്പിൽ അവൻ നൃത്തം ചെയ്തു. And before the presence of God, he danced and worshipped God. ഒരു കാര്യം ഉറപ്പാണ്. There is something for certain. 24 മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോഴാ കുഞ്ഞാടെ നീ ആരാധനയ്ക്ക് It യോഗ്യനാണ്. was when the 24 elders in heaven laid down their crowns and said, "You are blessed, Son of God." That's when he stood up. Come on, do like this. പിടിച്ചേ, ഒന്ന് എടുത്തേ. Take it off. Lay it down. Lay your crowns down. ഈ കിരീടം തലയിൽ ഇരിക്കുന്നിടത്തോളം നിനക്ക് ആരാധിക്കാൻ ഒക്കത്തില്ല. Until the time you have this ego and pride sitting on you, you cannot worship God. ഇതൊന്ന് താഴെ കളഞ്ഞാലേ ആരാധിക്കാൻ ഒക്കൂ. If you lay down your ego, you will be able to worship God. Yes. Amen. അല്ലെങ്കിൽ ചാടിയ കിരീടം പോകും. Otherwise, you will be worried that your crown will fall down. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ദാവീദ് തന്റെ രാജവസ്ത്രത്തെ ഊരി മാറ്റിവെച്ചു. When the presence of God came down, David stripped off his kingly robe. പെട്ടകത്തിന്റെ മുമ്പിൽ ഒരു പൊട്ടനെ പോലെ കിടന്ന്
ചാടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ഒരു രാജ്യത്തിലെ രാജാവാണ്. And now remember, it was not a local councilman who was dancing before the ark of God. It was the king of the nation of ചിലർ Israel. പറയുന്നു ജോലി തൊഴിലും ഇല്ലാത്തവന്റെ പണിയായി കൈകൊട്ടാൻ പോന്നേ. Some people say, hey, this clapping and dancing belongs to people. പക്ഷെ അവൻ അറിയുക രാജാക്കന്മാർ അവനെ ആരാധിക്കുന്നു. But remember, kings worship the Lord God Almighty. പ്രഭുക്കന്മാർ അവനെ ആരാധിക്കുന്നു. Lords worship God. എല്ലാ മുറ്റും അവന്റെ മുമ്പിൽ മടങ്ങും. Every knee shall bow before him. എല്ലാ നാവും അവൻ കർത്താവെന്ന് പറയും. Every tongue shall confess that he is Lord. Amen. രാജവസ്ത്രത്തെ ഊരി വെച്ചു. He stripped away his kingly robe. ദാവീദിനറിയാം രാജവസ്ത്രം ഇട്ടുകൊണ്ട് നിന്നാൽ അവനേക്കാൾ വലിയവനായി ആരുമില്ല. Now David knows that if he has this royal robe on, no one will be greater than him. രാജവസ്ത്രം ഊരിയതിന്റെ കാരണം The reason he stripped off his royal robe, ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ഞാനല്ല രാജാവ്, ദൈവമത്ര രാജാവ്. the presence of God comes down. I am no more king. He is the King of Kings. ഒരു പൊട്ടനെ പോലെ ഡാൻസ് ചെയ്തു. Like a fool, he danced in the presence of God. ഞാൻ പാടിടും. ഒരു പൊട്ടനെ പോലെ നൃത്തം ചെയ്തു. Like a fool, he sang and danced. തന്റെ ശരീരത്തിന്റെ ഭാഗമായ തന്റെ ഭാര്യയായ മീഖൾ ഇത് കണ്ടു. His own wife, his better half, Michal, saw this. അച്ചായൻ സ്റ്റാറ്റസ് വിട്ട് കളിക്കുക. She is complaining. This man doesn't care about his status. കുടുംബത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. Oh, if he had remembered who this man is, he would never do this thing. ഇങ്ങനെ ഒരു രാജാവാന്ന് ഓർക്കണ്ടേ. Come on, he should think that at least he's a king. എത്ര വലിയ പൊസിഷനിലാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. What kind of a great position he holds. കണ്ടില്ലേ വെറുതെ കിടന്ന് കൈകൊട്ടി തുള്ളിച്ചാടുന്നത്. Look at him, he is dancing and clapping like a fool. ദാവീദിന് മീഖലിനോട് പറയാനുള്ള ദൂത്, But David says to Michal, എന്റെ പൊന്നു മീഖളെ, oh my dear Michal, I am too sorry. I'm too sorry. എന്നോട് ക്ഷമിക്കുക. Please forgive me. ഈ പൊസിഷനും ഈ പദവിയും ഒക്കെ എനിക്ക് ഉണ്ടായത് ആരാധിച്ചോണ്ടാ. All this position and the kinghood I received because only I worship God. ഈ ദൈവത്തെ ആരാധിച്ചതുകൊണ്ടാ. Because I worship this God. Amen, 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 amen. ദൈവമക്കളോട് ആത്മ പറയുന്നു, മറക്കരുത്, ഇത് മറക്കരുത്, ഇത് മറക്കരുത്. God is telling you, ഒന്ന് വഴി മറക്കരുത്. don't forget it. ഒന്ന് വഴി മറക്കരുത്. This ഒന്ന് വഴി മറക്കരുത്. for you. സ്തോത്രം. Thank you, Jesus. Hallelujah. അവൻ നൃത്തം ചെയ്തു. He danced. ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, When the presence of God comes down, അഭിഷേകം വർദ്ധിക്കുമ്പോൾ when the anointing increases, ശത്രു പരാജയപ്പെടുന്നു. the devil is defeated. യേശു എങ്ങനെയാണ് ഉയർത്തത്? How was Jesus risen? കല്ലറ നോക്കി പറഞ്ഞു അവൻ എഴുന്നേൽക്കത്തില്ല. The tomb said he will never come out. പടയാളികൾ പറഞ്ഞു അവൻ The എഴുന്നേൽക്കത്തില്ല. soldiers said he will never rise. റോമ ഗവൺമെന്റ് പറഞ്ഞു അവൻ ഇനി The എഴുന്നേൽക്കത്തില്ല. Roman government said he will never rise again. എന്നാൽ ഞായറാഴ്ച പുലർന്നപ്പോൾ But when it was Sunday morning, പുനരുത്ഥാനത്തിന്റെ ശക്തി, the power of resurrection, പുനരുത്ഥാനത്തിന്റെ ശക്തി, the power of resurrection, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് the spirit that raised Jesus up from death, കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങി. it penetrated the tomb. ഇന്ന് രാത്രി എത്ര ഉയരത്തിൽ നിന്ന് ശത്രു വിധി എഴുതിയാൽ, Tonight, whatever kind of judgment the devil declares against you, ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, some people the Holy Spirit is telling നിന്നെ you, ക്രൂശിക്കാൻ ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ നിന്നെ ഉയർപ്പിക്കാൻ ഒരു ഞായറാഴ്ച ഉണ്ട്. there's a Friday to crucify you. There is a Sunday awaiting your resurrection. നിന്നെ നിന്ദിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ നിന്നെ മാനിക്കാൻ ഒരു സമയമുണ്ട്. There is a time for you to be humiliated. There is a time for you to be honored. പുതിയ എണ്ണ, A new oil. പുതിയ എണ്ണ. New oil. കർത്താവിനോട് പറ, So tell the Lord, പുതിയ എണ്ണ, God, I need that new oil. നിന്റെ പുതിയ ശക്തി I need your new power. എന്റെ മേൽ പകരണമേ. Give it upon me, O God. Thank you, Lord. യേശു Jesus, ദൈവത്തിന്റെ ആത്മാവിനെ Spirit of God. ഇവിടെ ഉപമിച്ചത് ഒഴുകുന്ന വെള്ളത്തോടെ. He compares, symbolizes the Holy Spirit with the flowing water. ഈ ലോകത്തിലുള്ള വെള്ളങ്ങൾക്ക്
The waters in this world, പച്ച വൃക്ഷങ്ങൾക്ക് ഒന്നും കൂടെ പച്ച കൊടുക്കാൻ കഴിയും. it can only make an existing tree a little more greener. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, With love, let me tell you, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പകർച്ചവ്യാധി ഏതാണെന്ന് നിങ്ങൾ അറിയണം. you need to understand which is the most contagious disease in the world. മലേറിയ അല്ല, It is not malaria. വൈറൽ ഫീവർ അല്ല, It's not viral fever. ഡെങ്കിപ്പനി അല്ല, It's not some ഒരു kind of ഫ്ലൂവും bird അല്ല, flu. ഒരു ഫ്ലൂവും അല്ല. It's not flu. ഒരാൾക്ക് വീട്ടിൽ വൈറൽ ഫീവർ വന്നാൽ If എല്ലാവർക്കും വരണമെന്നില്ല. it doesn't mean that everyone gets it. ഒരാൾക്ക് ചിക്കൻ ബോക്സ് പിടിച്ചാൽ If one person gets chickenpox, വന്നവർക്ക് വരില്ല, it, വന്ന ആൾക്കാർക്ക് the വരില്ല. person who has already had it will not get it. ബാക്കിയുള്ള 2-3 പേർക്ക് വീട്ടിൽ വരാം. But the rest of the people in the house might get it. പക്ഷെ 7 പേരുള്ള ഒരു വീട്ടിൽ But if there are 7 people in a house, ഒരുത്തന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ if the Holy Spirit comes upon one person, ബാക്കി 6 എണ്ണം സൂക്ഷിച്ചോണം. and then the rest of the 6, you need to be careful. Amen. ഇതുപോലെ പടരുന്ന ഒരു സാധനം വേറെ ഇല്ല. There is nothing contagious like the Holy Spirit. ഇന്ന് രാത്രി ഞാൻ ചിലരോട് പറയുന്നു, Let me tell someone, നീ ഒറ്റയ്ക്കാണോ ആരാധിക്കുന്നത്? are you worshiping the Lord നിന്റെ tonight? കുടുംബം മുഴുവൻ ആരാധിക്കാൻ പോകും. Family's gonna come along and worship God. നിന്റെ തലമുറകൾ മുഴുവൻ, Your children, നിന്റെ കുടുംബം മുഴുവൻ your all the family, സത്യം അറിയാൻ പോവാ. they're gonna know this truth. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Say hallelujah. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ഒഴുകുന്നു. It flows from within the ones who believe in Him. എന്റെ വീട്ടിൽ നിന്നും ഞാൻ ഒറ്റയ്ക്കാണ് യേശുവിനെ അറിഞ്ഞത്. I came to know the Lord Jesus alone from my family. യാഥാസ്ഥിതികമായ ഒരു മർത്തോമ കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. I was born in a traditional Marthomite family. യേശുവിനെ അറിയാനുള്ള ദാഹം എന്റെ ഉള്ളിൽ ഉണ്ടായി. But I had a desire and thirst to know Jesus. ഞാൻ ഒരിക്കലും യേശുവിനെ തേടി പോയതല്ല. I never went looking after Jesus. യേശു എന്നെ തേടി വന്നു. Jesus came looking for me. ഒരു കടഭാരം വന്നിട്ടല്ല ഞാൻ യേശുവിനെ I അറിഞ്ഞത്. never followed Jesus because I had debt. ഒരു രോഗം വന്നതിനാൽ അതിന്റെ സൗഖ്യത്തിനായിട്ടല്ല I ഞാൻ യേശുവിനെ never അറിഞ്ഞത്. followed Jesus because I needed healing from a sickness. എല്ലാ നന്മകളുടെ നടുവിൽ In the midst of everything that I had, എന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു. Jesus came down to my life. എല്ലാവരും വിമർശിച്ചു, Everyone criticized me. എല്ലാവരും കുറ്റപ്പെടുത്തി, Everyone accused me. വീട്ടുകാർ കുറ്റപ്പെടുത്തി, My family accused me. ലോകക്കാർ കുറ്റപ്പെടുത്തി. The world around me accused me. പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരും കുറ്റപ്പെടുത്തിയില്ല. When I was a sinner, no one had any problem. ലോകപ്രകാരം പോയപ്പോൾ ആരും വിമർശിച്ചില്ല. When I walked according to the world, no one had any problem. ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ആരും When I വിമർശിച്ചില്ല. went to play baseball, no one had a problem. പല ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയപ്പോൾ ആരും When വിമർശിച്ചില്ല. I was in bad company, no one cared about it. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നപ്പോൾ But when the Holy Spirit came upon me, പലരും വിമർശിക്കാൻ തുടങ്ങി. everyone started to criticize. ഞാൻ ഉറപ്പായും നിങ്ങളോട് പറയാം, Let me tell you, പ്രതികൂലം പരാജയമല്ല, your problem is not പ്രതികൂലം നിന്റെ പ്രമോഷൻ അത്രേ. It is a step for promotion. Praise God. ശൂന്യതയുടെ മേൽ, Upon emptiness, ഇരുളിന്റെ മേൽ upon darkness, ഒന്നും നടക്കത്തില്ല എന്ന സാഹചര്യത്തിന്റെ മേൽ upon situations where nothing was supposed to be happening, ആത്മാവ് പരിവർത്തിച്ചു. the Spirit of God hovered over it. ഇന്ന് രാത്രിയിൽ Tonight, എവിടെയൊക്കെ അസാധ്യതകളുണ്ടോ, wherever you see impossibility, എവിടൊക്കെ നടക്കത്തില്ല എന്ന വിഷയമുണ്ടോ, wherever people are saying it's not gonna happen, ആ വിഷയത്തിന്റെ മേൽ ദൈവാത്മാവ് ഇറങ്ങിയാൽ upon that issue, if the Spirit of God comes, yes, അവിടെ നടക്കുന്നത് റിപ്പയറിംഗ് അല്ല, God is not gonna repair anything. അവിടെ നടക്കുന്നത് ക്രിയേഷനാ. God is gonna do His creative work over there. ഇന്ന് രാത്രി എന്റെ ദൈവം റിപ്പയറിംഗിന്റെ ദൈവമല്ല, My God is not a God of repair. എന്റെ ദൈവം മാനുഫാക്ചറിംഗിന്റെ My ദൈവമാണ്. God is a manufacturing God. My God. Yes, നഷ്ടപ്പെട്ടതിനെ അവൻ റിപ്പയർ ചെയ്ത് തരത്തില്ല. He will not repair what you അവൻ lost. മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ അവൻ വിളിച്ചു വരുത്തുകയും ചെയ്യും. He brings back to life from the dead, and He brings into existence everything from nothing. എന്റെ ദൈവം My God റിപ്പയറിംഗിന്റെ ദൈവമല്ല, is not a God of repair. മാനുഫാക്ചറിംഗിന്റെ ദൈവം. He's a God of manufacturing. Yes. ഇന്ന് രാത്രി നിനക്ക് എന്താ ഇല്ലാത്തത്? Tonight, what don't you have? സമാധാനമാണോ? Do
Do you need peace? സാമ്പത്തിക നന്മയാണോ? Needs financial blessings? ആരോഗ്യമാണോ? Need health? ശുശ്രൂഷയാണോ? Need ministry? തലമുറകളാണോ? Need children? വിശ്വസിക്കാൻ. Believe it. മറിയയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, Gabriel came to Mary and said, നീ ഒരു മകനെ പ്രസവിക്കും. you will give birth to a child. മറിയ ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? She replies, since I have not known a man, how is it going to be possible? ലോകത്തിലുള്ള സകല മനുഷ്യനും ചോദിക്കുന്ന ചോദ്യമാ, ഇതെങ്ങനെ സംഭവിക്കും? Every people in this world looking at it possible to say, how is it possible? ഇതെങ്ങനെ സാധ്യമാകും? How is it going to work? ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് ഉത്തരമായി So as a reply to every human being in this world, ദൂതൻ ഒരിക്കലായി എന്നേക്കുമായി അതിന് ഉത്തരം പറഞ്ഞു. the angel replied once and for all, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. power of the Almighty will overshadow you. Yes. Amen. അത്യുന്നതന്റെ ശക്തി The power of Almighty ഇന്ന് രാത്രി സംഭവിക്കുന്നു. tonight is happening. വിശ്വസിക്കുന്നവർക്ക് Upon a believer. അത്യുന്നതന്റെ ശക്തി നിന്റെ ശൂന്യതയുടെ മേൽ, Upon your emptiness, നിന്റെ അസാധ്യതകളുടെ മേൽ upon your impossibility, അത്യുന്നതന്റെ ശക്തി the power of the Almighty, ഇന്ന് രാത്രി ഇറങ്ങിയാൽ when it comes down, അവിടെ സൃഷ്ടിപ്പ് നടക്കുക. there's going to be a creation. കരങ്ങൾ അടിച്ച് ചേർന്ന് Clap your hands. everyone come out. എല്ലാവരും ചുരുങ്ങാനായിരിക്കുക. Jesus. Oh, Jesus. Sing the Al tamso kemata. ഏതൊക്കെ കുടുംബങ്ങളെ നോക്കി ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുന്നു. Tonight the Holy Spirit is prophesying to some families. ഇത് സാധ്യമല്ലെന്ന് പറഞ്ഞെങ്കിൽ, If you had said that it's not possible, ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്നെങ്കിൽ, if you question how is it ever going to happen, 1000 ഉത്തരം നിനക്കില്ല, you don't have 1,000 replies. 100 കൗൺസിലിംഗ് നിനക്കില്ല, You don't need hundreds of counselings. നിനക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. There is only one answer ഇന്ന് for രാത്രി you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. The power of the Almighty will come upon you. Yes. Yes. കാഴ്ചക്കാരായിരിക്കാതെ Don't be spectators. Come on, if you believe it, receive it tonight. പണം നഷ്ടപ്പെടാം, You might lose money. ജോലി നഷ്ടപ്പെടാം, You might lose your job. പക്ഷേ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങിയാൽ But when the Holy Spirit comes upon you, അതാ നിന്റെ ഡിപ്പോസിറ്റ്. that is what you have as a deposit. ലിവർപൂളിൽ UK-യിൽ ലിവർപൂളിൽ ഒരു കൺവെൻഷന് ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ When I was going to minister in a convention in Liverpool, UK, ഞാൻ പാർത്തിരുന്ന ഒരു വീട്ടിലെ സഹോദരൻ, the house where I was staying, the brother in that place, ഇന്ത്യൻ മണി ഏകദേശം 6 ലക്ഷം രൂപ പെർ മന്ത് അദ്ദേഹത്തിന് സാലറി ഉണ്ട്. he earns money equal to 6 lakh rupees, which is Indian currency. HSBC എന്ന് പറയുന്ന ഒരു വലിയ ബാങ്കിന്റെ ഏറ്റവും ഉന്നത ലെവലിൽ ഇരിക്കുന്ന He's മനുഷ്യൻ. the topmost official of the HSBC bank, 6 ലക്ഷത്തിൽ പരം രൂപ മാസം ശമ്പളം. and he earns more than 600,000 rupees a month. ജോലിക്ക് പോകാൻ ടൈ കെട്ടി കൊണ്ടിരിക്കുമ്പോൾ As he was tying his tie to go to job, this പോക്കറ്റിൽ കിടന്ന person, മൊബൈൽ അടിച്ചു. and his cell phone rang, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. and I was over there at the moment, ഫോൺ എടുത്ത് പറഞ്ഞു, and he said, ഇന്ന് നീ ഇങ്ങോട്ട് വരണ്ട, you don't need to come here, നിന്റെ ജോലി പോയി. you are fired. ഇത് ഏത് സമയം സംഭവിക്കാം. This can happen to you any moment. അതിൽ ആരെങ്കിലും പ്രശംസിക്കുന്നെങ്കിൽ If anyone bossed in your job, ഇതിലേത് സമയം സംഭവിക്കാം. it can happen to you any moment. ലോകവും അതിന്റെ മോഹവും വിട്ടൊഴിഞ്ഞു പോകും. The world and its pleasure shall pass away. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ ശക്തി നിന്നിലുണ്ടെങ്കിൽ, But if the power of the Holy Spirit is upon you, നിന്റെ മുമ്പിലുള്ള പർവ്വതങ്ങളെ സമഭൂമിയാക്കാൻ അവന് കഴിയും. God will melt every mountain that stands before you. Come on, clap your hands, open your mouth and praise God. Thank you, Holy Spirit. ശ്രദ്ധിച്ചാട്ടെ, ആരാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്? Who is the Holy Spirit of God? ദൈവാത്മാവിനെ കുറിച്ചും ദൈവാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചും പലരും ignorant ആണ്, അറിവില്ലാത്തവരാണ്. Many times many people are ignorant about the person of Holy Spirit and the works of Holy Spirit. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. But you need to know who the Spirit of God is. Listen to me. Pay attention.
എന്നെ ശ്രദ്ധിച്ചാട്ടെ, Come on, pay attention. റിസീവ് ചെയ്യാൻ തയ്യാറായാട്ടെ. Are you, if you're ready to receive? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പലർക്കും പല അറിവുകളാണ്. Many people have many kinds of information about the Spirit of God. ചിലർ പറയുന്നു, ഇന്നത്തെ മീറ്റിംഗിൽ എന്റെ ശരീരം തണുക്കുന്നത് പോലെ എനിക്ക് തോന്നി, ആത്മാവിന്റെ ശക്തി എന്റെ മേൽ വന്നു. Some people say, during today's meeting, I felt something called upon all over my body, and I know that it was the Holy Spirit. ഇന്നത്തെ മീറ്റിംഗിൽ എന്തോ തീ കത്തുന്നത് പോലെ എനിക്ക് തോന്നി, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നു. Some people say that I felt like a fire when I was in the meeting, and the Spirit of God came upon me. എന്തോ ഒരു ശക്തി ഇന്ന് എന്റെ മേൽ വന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നു. I felt some kind of power today, and the Spirit of God came upon me. നിങ്ങളുടെ മേൽ വന്ന തീയോ, The fire that came upon you, നിങ്ങളുടെ മേൽ വന്ന തണുപ്പോ, the cold that you felt, നിങ്ങൾ പറഞ്ഞ അന്യഭാഷയോ, the tongues that you spoke, ഇതൊന്നുമല്ല ദൈവത്തിന്റെ ആത്മാവ്. none of that is the Holy Spirit. ഇതെല്ലാം ദൈവാത്മാവിന്റെ പ്രവൃത്തികളാണ്. All of them are the works of the Holy Spirit. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ്. All of those mentioned things are the works of Holy Spirit. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്. These are the manifestations of Holy Spirit. ഇതെല്ലാം ദൈവാത്മാവിന്റെ ഗിഫ്റ്റ് ആണ്. These are the gifts of Holy Spirit. ബൈബിൾ പറയുന്നു, ചിലർക്ക് രോഗശാന്തി, Bible says some have healing, ചിലർക്ക് പ്രവചനത്തിന്റെ വരം, some have the gift of prophecy, ചിലർക്ക് വിശ്വാസത്തിന്റെ വരം, some have the gift of faith, ചിലർക്ക് ആത്മാവിന്റെ വിവേചനം. some have the discernment. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. There are differences in the gifts of Spirit. പലരെയും പല നിലയിലാണ് ദൈവം ഉപയോഗിക്കുന്നത്. God uses people in different ways. എന്നാൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാവ് ഒരുവനാകുന്നു. But the Holy Spirit that works for each and every one of them is one. ഹല്ലേലൂയ. Hallelujah. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, Beloved people of God, ആരാണ് പരിശുദ്ധാത്മാവ്? who is the Holy Spirit of God? പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, Just like the Father God is God, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്ന പോലെ, just like the Son Jesus Christ is God, പരിശുദ്ധാത്മാവും ദൈവമാണ്. Holy Spirit is also God. പരിശുദ്ധാത്മ ദൈവമാണ്. Holy Spirit is God. ആരും ആമേൻ പറഞ്ഞില്ല. Amen. No one said amen. പരിശുദ്ധാത്മ ദൈവമാണ്. Holy Spirit is God. സംശയമുണ്ടെങ്കിൽ യേശു പറയുന്നു, ദൈവം ആത്മാവാകുന്നു. I mean, if you have doubt, Jesus said, God is Spirit. Thank you, Holy Spirit. Yes. ഒന്ന്, പരിശുദ്ധാത്മ ദൈവമാണ്. Firstly, Holy Spirit is God. പിതാവായ ദൈവത്തിന് ഒരു വ്യക്തിത്വമുള്ളതുപോലെ, പുത്രനായ ക്രിസ്തുവിന് ഒരു വ്യക്തിത്വമുള്ളതുപോലെ, പരിശുദ്ധാത്മാവിനും ഒരു വ്യക്തിത്വമുണ്ട്. Just like God the Father has a personality and Son Jesus Christ has a personality, Holy Spirit also is a person. വെറും ഒരു ആവിയല്ല, He is not just a vapor. വെറും ഒരു കാറ്റല്ല, He is not just a wind. എന്തോ ഒരു തോന്നലല്ല. He is not just a feeling. പരിശുദ്ധാത്മ ദൈവമാണ്. But Holy Spirit is God. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. Holy Spirit has a personality. മൂന്ന്, Thirdly, പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. Holy Spirit is in this earth right now. ഒന്ന്, പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. Firstly, Holy Spirit has a personality. രണ്ട്, പരിശുദ്ധാത്മ ദൈവമാണ്. Secondly, Holy Spirit is God. മൂന്ന്, പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. Thirdly, Holy Spirit is here in this world right now. ജസ്റ്റിൻ, come forward here. ഞാൻ ജസ്റ്റിൻ എന്ന് വിളിച്ചപ്പോൾ തോമസ് വന്നില്ല. Now, pay attention. When I called Justin, no Thomas walked over here. ഞാൻ ജസ്റ്റിൻ എന്ന് വിളിച്ചപ്പോൾ റോയിച്ചൻ വന്നില്ല. When I called Justin, Roychen didn't come forward. ഞാൻ ജസ്റ്റിൻ എന്ന് വിളിച്ചപ്പോൾ ബ്രദർ ജസ്റ്റിൻ ആണ് എൻ്റെ അരികിൽ വന്നത്. But when I called his name, Brother Justin came forward. എന്തുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ അരികിൽ വന്നത്? Why did he come forward as I called his name? ഒന്ന്, ഇദ്ദേഹത്തിന് ഒരു വ്യക്തിത്വമുണ്ട്. Firstly, because he has a personality. ഇദ്ദേഹത്തിന് പകരം മറ്റൊരാൾ ഇന്ന് ഇവിടെയില്ല. There is no other person for him at this moment in this world. ഞാൻ വിളിച്ചപ്പോൾ ഒരു കൈ മാത്രമല്ല എൻ്റെ അരികിൽ വന്നത്. When I called, it was not a mere hand that came to me. ഒരു കാല് മാത്രമല്ല എൻ്റെ അരികിൽ It വന്നത്. was not a mere leg that walked up to me. പൂർണ്ണ ശരീരത്തോടെ He came with his whole body. ഇദ്ദേഹം എൻ്റെ അരികിൽ വന്നു. He came to me. എന്തുകൊണ്ട്? Why? ഒന്ന്, Firstly, ഇദ്ദേഹത്തിന് ഒരു വ്യക്തിത്വമുണ്ട്. because he has a personality. രണ്ട്, Second, ഇദ്ദേഹത്തെ ഞാൻ ഇന്ന് വിളിച്ചപ്പോൾ ഇദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലുണ്ട്. when I called him right now, he is in this earth. ഇദ്ദേഹം ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചാൽ വരില്ല. If he was not in this earth as I called him, he would never come. ഞാൻ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് വന്നത്? Why did he come as I called? ഒന്ന്, ഇദ്ദേഹം ഇന്ന് ഭൂമിയിലുണ്ട്. Because he is in this earth. രണ്ട്, ഇദ്ദേഹത്തിന് ഒരു വ്യക്തിത്വമുണ്ട്. Secondly, he has a personality. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. Holy Spirit has a personality. പരിശുദ്ധാത്മ ഈ ഭൂമിയിലുണ്ട്. Holy Spirit is in this world ഒന്ന് right വായി now. തുറന്ന് വിളിക്കാം. Come on, if you only call, വിളിക്കാമെങ്കിൽ
religion. ഇതേതെങ്കിലും പ്രത്യേക ഒരു സഭാ വിഭാഗത്തിലുള്ളവർക്കല്ല. This does not belong to some particular church denomination. ഇതേതെങ്കിലും ഒരു സഭക്കാരന് വേണ്ടിയുള്ളതല്ല. This does not belong to a particular church. ഇതേതെങ്കിലും ഒരു കൂട്ടായ്മയിൽപ്പെട്ടവന് മാത്രമുള്ളതല്ല. This does not belong specifically to some particular fellowship. ഇത് വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. Everyone who believes. You believe the power of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. Tonight you want the more power. ഇന്ന് രാത്രി അധികം ശക്തി വേണമോ? Please come forward here. ദയവായി മുന്നോട്ട് വന്നാട്ട്. Please come forward. ദയവായി മുന്നോട്ട് വന്നാട്ട്. I will pray for you. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. Close your eyes. കണ്ണുകളെ അടയ്ക്കാം. Lord, കർത്താവേ, this is not enough. ഇത് ഞങ്ങൾക്ക് മതി ആകില്ല. This is not enough. ഇത് ഞങ്ങൾക്ക് പോരാ. We need more. അധികം ഞങ്ങൾക്ക് വേണം. We need more. ഞങ്ങൾക്ക് അധികം ശക്തി വേണം. Lord, fill your power. കർത്താവേ, ഇവരെ ശക്തിയാൽ നിറയ്ക്കാം. Fill your ഇവരെ presence. ശക്തിയാൽ നിറച്ചാട്ട്. Hallelujah. Lord, so many people are believed in the power of Holy Spirit. കർത്താവേ, ഇവിടെ നിൽക്കുന്ന അനേകം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വിശ്വസിച്ചിരിക്കുന്നു. Everyone is crying and praying. എല്ലാവരും കരഞ്ഞ് അങ്ങയോട് ആവശ്യപ്പെടുന്നു. Everyone is crying and praying. എല്ലാവരും കരഞ്ഞ് വിളിച്ചപേക്ഷിക്കുന്നു. Lord, you please send your power. കർത്താവേ, ഇവിടെ ശക്തി അയക്കണമേ. Lord, please send your power. കർത്താവേ, ഇവിടെ ശക്തി അയക്കണമേ. Pray everyone. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. മുൻപിൽ പുറകിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Everyone, backward and forward, let us pray. Pray everyone. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. Thank you, Jesus. നന്ദി കർത്താവേ. Thank you, Jesus. നന്ദി യേശുവേ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ പറയുന്നു. The Spirit of the Lord is speaking to me. ശുശ്രൂഷയുടെ വെളിയുള്ള ചിലതിനകത്തുണ്ട്. There are some people that are calling on the ministry. അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് അവർക്ക് യേശുവിനായി They have a പ്രയോജനപ്പെടുന്നു. desire to serve God. അവരോട് കർത്താവിന്റെ ആത്മ The പറയുന്നു, Spirit of God is telling them, ഈ സമയം നിങ്ങൾ നഷ്ടമാക്കരുത്. this time you should not lose it. ഇത് നാളെ ലഭിച്ചെന്ന് വരില്ല. You will never get this time again tomorrow. ഇത് അടുത്ത മാസം ലഭിച്ചെന്ന് You വരില്ല. will never get it the next month. ഇപ്പോൾ നിങ്ങൾ മുൻപിലേക്ക് വരുവാൻ ദൈവം The Spirit of God is asking you to come forward right now. കണ്ണുകളെ അടച്ചാട്ടെ. Close your eyes. My dear brothers and sisters, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, you believe in miracle. നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക. You believe the power of Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മ ശക്തിയിൽ വിശ്വസിക്കുക. You believe that Lord Jesus Christ. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. Please to come forward here. അങ്ങനെയെങ്കിൽ ദയവായി മുന്നോട്ട് വരിക. Please to come forward here. ദയവായി മുന്നോട്ട് വരിക. Jesus touch you tonight. കർത്താവായ യേശു നിങ്ങളെ ഇന്ന് രാത്രി തൊടും. Coming days, God will use in mighty ways. ശക്തമായ ദൈവങ്ങളെ ഉപയോഗിക്കും. God will do the great miracle for you. അത്ഭുതങ്ങളെ നിങ്ങൾ കൂടെ God will ചെയ്യുന്നു. do the great miracle for you. അത്ഭുതങ്ങളെ നിങ്ങൾക്കായി ചെയ്യും. Hallelujah. Hallelujah. Lord touch me. കർത്താവേ, എന്നെ തൊടണമേ. കരങ്ങളെ ഉയർത്തി. Lift your hands. Thank you. Close your eyes and everyone. കണ്ണുകൾ അടച്ചുകൊണ്ട് പോകാം. Thank you, Lord. സ്തുതിച്ചു. We thank you, Lord. What a mighty presence here. What a mighty presence. ശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യമുള്ള കാലം. Believe and receive the power of Holy Spirit. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റെടുക്കുക. Hallelujah. Oh, I sang the hallelujah. Touch again. Touch now. Touch. ഉത്തോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുത്തോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ.
യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മുത്തോളമല്ല അരയോളവും പോരാ അങ്ങിൽ മുങ്ങിടുവാൻ കുടിയായിടുന്നു ഓ മുത്തോളമല്ല അരയോളവും പോരാ അങ്ങിൽ മുങ്ങിടുവാൻ കുടിയായിടുന്നു മുത്തോളമല്ല Not just on the knees. അരയോളവും പോരാ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നു. Father, I thank you. വായത്തോട് സ്തുതിച്ചാട്ടെ. യേശുവേ നാഥ മുത്തോളമല്ല അരയോളം പോരാ അങ്ങിൽ മുങ്ങിടും. Yes, 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 yes. I release the mighty arm. Again, in the name of Jesus, Father. Fill the mighty one. Thank you, Holy Spirit. Sister, you come forward here. Come forward here. Stay there. Stay there. Close your eyes, everyone. Stay there. And lift your hand, both hands. Lord, I praise you. I release the mighty power of anointing now. All divine power, I break it in the mighty name of Jesus. Lord, I release the mighty power. Touch, Lord. Touch now. In the name of Jesus. Father, I send your power. I release the mighty one. Lord Jesus. ദാഹത്തോടെ വന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. Lord Jesus, pray for everyone who's thirsty over here. രോഗത്തെ സൗഖ്യമാക്കണമേ. Heal their diseases. ബന്ധനങ്ങളെ അഴിക്കണമേ. Loose their bondages. നിന്റെ ആത്മാവിന്റെ തീയാൽ നിറയ്ക്കണം. Fill them with the fire of your Holy Spirit. വിശ്വസിക്കുന്നവരെ നിറയ്ക്കണമേ. Fill the people who believe. നിറയ്ക്കണമേ. Fill them, Lord. നിറയ്ക്കണമേ. Fill them, Lord. വായത്തോട് സ്തുതിച്ചാട്ടെ. Open your mouth and praise God. നിറച്ചാട്ടെ. Fill them. നിറച്ചാട്ടെ. Fill them, Lord. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളോട് ഞാൻ കാത്തിരുന്നപ്പോ ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് ഒഴുകി. ആത്മനാഥൻ എന്നോട് കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക്. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാമോ? Let every eyes be ഒരു closed. വലിയ ദൈവശക്തി നിങ്ങളിൽ വരാൻ പോവാ. The power, mighty power of God is on ഒന്ന് us. ശക്തിയോടെ ആരാധിക്കാൻ തയ്യാറാകുമോ? Are you ready to worship God? ആത്മനദി എന്റെ ആരയോളമെത്തി ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. മനുഷ്യരോടല്ല എൻ ദൈവത്തോട് തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരോടല്ല എൻ ദൈവത്തോട് തന്നെ
ആത്മനദി എന്റെ ശിരസോളം എത്തി പാദമേ തറയിൽ ഉറയ്ക്കാതെ ആത്മനദി എന്റെ ശിരസോളം എത്തി പാദമേ തറയിൽ ഉറയ്ക്കാതെ പാടലില്ലാതായി നീതി തുടങ്ങി ദേഹത്തിനു തെല്ലും ദേഹത്തിനു തെല്ലും ദേഹത്തിനു തെല്ലും ദേഹത്തിനു തെല്ലും ഭാരമില്ലാതായി ആത്മാവി നീതി തുടങ്ങി Oh Jesus, Jesus, Jesus. എല്ലാവരും സ്വന്തം പറയാത്ത ഈ അത്യന്ത സുഖം
Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 ഇന്ന് കർത്താവിന് സകല മഹത്വം കർത്താവിനെ ഏൽപ്പിക്കും. സകല പുകഴ്ച കർത്താവിന് അർപ്പിക്കാം. അവൻ സകല മാനത്തിന് യോഗ്യനാണ്. അവൻ സകല പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. ഓ ഹല്ലേലൂയ. Praise the Lord. കർത്താവ് രാത്രി നമ്മളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ശക്തിയേറിയ വചനത്തിന്റെ ദാസനിൽ കൂടെ നമുക്ക് വിളമ്പി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമ്മളെ നിറച്ചതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നമുക്ക് ഈ ബലത്തോടെ പോകാം, ഈ ബലത്തോടെ പോകാം, ഈ ബലത്തോടെ പോകാം, ഈ ശക്തിയോടെ പോകാം. Praise the Lord. രാജ്യങ്ങളെ പിടിച്ചെടുക്കുവാനുള്ള ശക്തി, കുടുംബങ്ങളെ നേടുവാനുള്ള ശക്തി, പട്ടണങ്ങളെ കുലുക്കുവാനുള്ള ശക്തി, ഓ അന്ധകാര ശക്തിയുടെ മേൽ ജയമെടുക്കുവാനുള്ള ശക്തി. Praise the Lord. ഇന്ന് രാത്രി കർത്താവ് പകർന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ശക്തി അനുഭവിച്ച ദൈവമക്കള് കരങ്ങൾ വീശി കർത്താവിന് പാടിയാട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. Thank you, Master. Thank you. Thank you. Thank you. Thank you.